കർത്താവെ, അങ്ങ് ജനത്തെ തൊടുന്നല്ല അപ്പാ, അങ്ങ് ജനത്തിന്റെ ജീവിതത്തിൽ അങ്ങ് സ്പർശിക്കുന്നില്ല അപ്പാ, അവരെ കൈവിടാതെ കർത്താവെ അങ്ങ് അവരെ സൂക്ഷിക്കുന്നില്ല അപ്പാ, അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ അങ്ങ് ചെയ്യുന്നില്ല അപ്പാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. കൃപ പെരുകുന്നതിനായി സ്തുതിക്കുന്നപ്പ, കൃപ പെരുകുന്നതിനായി സ്തുതിക്കുന്നപ്പ, കൃപ പെരുകുന്നതിനായി സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. എന്റെ ഉള്ളത്തിൽ ഈ കമലം എന്ന് പറയുന്ന ഒരു കമല അല്ലെങ്കിൽ ഒരു കമലം എന്നൊരു പേര് എന്റെ മനസ്സിലേക്ക് വരിക. ആ ഒരു പേര് കുറച്ചു നേരമായിട്ട് എന്റെ മനസ്സിലേക്ക് വരിക. ഇന്ന് അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കമല എന്നുള്ള പേര്? ഇപ്പോൾ തന്നെ കർത്താവ് എന്ന കുടുംബത്തിന്റെ അകത്ത് കമലം അല്ലെങ്കിൽ കമല, അങ്ങനെ ആ ഒരു പേര് എന്റെ മനസ്സിലേക്ക് വരും. ഇന്ന് കർത്താവ് കമല എന്റെ അമ്മായിയമ്മയുടെ പേരാണ്. പ്രൈസ് ദി ലോർഡ് ബ്രദർ. എന്റെ അമ്മയുടെ പേര് കമലമ്മ എന്നാണ്. കമല എന്നുള്ളത് ആരാ പറഞ്ഞത്? കമല ഞാനാ പറഞ്ഞത്. മനോജ് ബറ പറഞ്ഞു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കമലയുടെ ഭവനത്തിൽ കർത്താവ് ഒരു പ്രവൃത്തി ഇന്ന് അയക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇന്ന് അതിനെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ ഭവനത്തിന്റെ മേൽ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവാ. നന്ദി യേശു. എന്റെ വൈഫാണ് കമല. വൈഫാണ് കമല. മനോജ് ബേറിന്റെ അമ്മായിയമ്മ അല്ലേ? അതെ. കർത്താവ് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് ഏത് ഭവനമായിട്ടാണോ അങ്ങ് കുടുംബത്തെ ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്പാ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നല്ലോ അപ്പാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ അങ്ങ് സ്പർശിക്കുന്ന കൃപയ്ക്ക് തന്നെ അപ്പാ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടു റാഥബസീറ്റ ലസോഫ്രറ്റേരിയ. എന്നെ ഈ മാർച്ച് മാസം ഈ ഒരു ആലോചനയുമായിട്ട് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ എടുത്ത് കാണിക്കും. ഈ മാർച്ച് മാസം, മാർച്ച് കൊണ്ട് ഏപ്രിലും കാണിക്കുന്നുണ്ട്. ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ? ഏപ്രിൽ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിലാണ്. മനോജ് ബേറിന്റെ ഏപ്രില്. ബ്രദറെ, എന്റെ ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ചിലും എന്റേത് ഏപ്രിലുമാ. അല്ല സിസ്റ്റർ, ഞാൻ ഈ കമലോ എന്ന് പറഞ്ഞ ആലോചനയുടെ ഒരു കൺഫർമേഷൻ ചോദിച്ചതാണ്. ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് കർത്താവ് ഏറ്റെടുത്തോ? മനോജ് ബേറെ, കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കാൻ. ഏതാ? കമലന്റെ ജനന തീയതി ഏപ്രിൽ മാസമാണ്. അപ്പൊ ഒരേ ആലോചന ഒരേപോലെ വരുന്നവരെ യേശുവിന്റെ നാമത്തിൽ നിന്ന് സ്വീകരിച്ചോണം. കർത്താവ് ഇന്ന് രണ്ടുപേർക്കും ഒരേ ഡെലിവറൻസുകളെ കർത്താവ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യട്ടെ. കർത്താവ് ഇങ്ങനെ സ്പർശിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഫലാഫറ എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് ഡെലിവറൻസുകൾ, അത്ഭുതകരമായ വിടുതലുകൾ ഭവനത്തിന്റെ മേൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പുതിയ ഡോറുകളെ കർത്താവിനെ തുറക്കും. യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ജീസസ്. ഓ ഹല്ലേലൂയ. ഭവനങ്ങളുടെ മേൽ കർത്താവെ അങ്ങ് തൊടുന്നല്ലപ്പാ, അങ്ങ് വ്യക്തികളെ അങ്ങ് സ്പർശിക്കുന്നല്ലപ്പാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിലപ്പാ. ലോർഡ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 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 ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവിനെ നമ്മുടെ ഇലക്ട്രിക് വർക്കുകളുമായിട്ട്, ഇങ്ങനെ വയറുകളും ഇലക്ട്രിക് വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിൽ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ആ വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ ഞാൻ അയാളുടെ തലയ്ക്ക് മീതെ പേരിന്റെ ബി എന്ന് പറയുന്ന ഒരു അക്ഷരത്തിന്റെ ആരംഭം അത് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. ബി എന്ന് പറയുന്ന ABCDയിൽ ബി എന്ന് പറയുന്ന ഒരക്ഷരം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാണ്. ഇലക്ട്രിക്കിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കേബിളുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഇന്ന് ആ ഭവനത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു നിയോഗം തരിക. ആ വ്യക്തിയെ ഇന്ന് കർത്താവ് സ്പർശിക്കും. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാന്നാണ് പറഞ്ഞത്. അതാരുമായി ബന്ധപ്പെട്ടതാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ദൈവാത്മാവിന്റെ വീര്യപ്രവൃത്തി അവിടെ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
പറഞ്ഞോ സിസ്റ്ററെ. ബ്രദറെ ആ പേരെങ്ങനെ അങ്ങോട്ട് പറഞ്ഞേ? സിസ്റ്ററെ, ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നത്. ബി ബി ആണോ? ഏ ബി ആ ബി ബി ബിയാ. ABC/Dയിൽ രണ്ടാമത്തെ അക്ഷരം ബി. എന്റെ ആംഗ്ല ഇലക്ട്രിക് വർക്കുമായിട്ടാണ് ബന്ധപ്പെട്ട ഇലക്ട്രീഷ്യൻ ആണ്. പേരെന്തുവാ? ബെന്നി. ബെന്നി എന്ന പേരല്ലേ? ഞാൻ ആ ബി മാത്രമേ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അയാളുടെ തലയ്ക്ക് മീതെ ബി എന്നുള്ള അക്ഷരം ഇങ്ങനെ വലുതായിട്ട് കാണാം. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് മുഴുവൻ വെളിപ്പെട്ടില്ല, ആ ബി മാത്രമേ ഇപ്പൊ വെളിപ്പെട്ടുള്ളൂ. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിച്ചു. ഞാനൊരു പെൺ തലമുറ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മോളുണ്ട്, മോളുണ്ട്, മരിയ. മരിയ. കർത്താവെ ഞാൻ ഇന്ന് അനുഗ്രഹിക്കുന്നു. യേശുവെ ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് പ്രാർത്ഥിച്ചോണേ. അനർത്ഥം വിട്ടു ഒഴിയുക. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഒപ്പം ആരാധിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഒരു സന്ദർശനത്തെ ദൈവം വെളിപ്പെടുത്തും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഋതൂഷലാഖ നെന സൂസകന ഫറൂസലാമിയാതിരി. പരിശുദ്ധാത്മാവേ. ബ്രദറെ, ആ മോളുടെ കാലിന് ഒരു ഒടിവുണ്ടായിട്ട് കമ്പിയൊക്കെ ഇട്ടിരുന്നതാണ്. അതിപ്പോ സർജറി ചെയ്ത് മാറ്റി. അപ്പൊ ആ കാലിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. പുള്ളിക്കാരത്തിന് ഈ പറഞ്ഞ ആളാണോ ഇപ്പൊ പറഞ്ഞ ആങ്ങളയുടെ ആണോ ബെന്നി എന്ന് പറഞ്ഞ ആങ്ങളയുടെ മോൾക്ക്? ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. അനർത്ഥം ഇങ്ങനെ തളം കെട്ടിക്കിടക്കും. അതാണ് ഞാൻ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന ഈ മനുഷ്യനെയും ഞാൻ പറഞ്ഞതുപോലെ പേരിന്റെ ആരംഭവും അതിന്റെ കൂടെ ഈ വ്യക്തിയുടെ മേലുള്ള ആ ഒരു അനർത്ഥത്തിന്റെ ആത്മാവ് ഈ കുഞ്ഞിന്റെ മേൽ, അതാണ് പെൺകുട്ടി എന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് ഒരു പെൺകുട്ടിയെ കാണുന്നു പറഞ്ഞു. അതുകൊണ്ട് അവർ രണ്ടുപേരെയും പൊതിഞ്ഞു പ്രാർത്ഥിച്ചോണം. ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവം സഹായിക്കും. ഇങ്ങോട്ട് മോളുടെ കൈ വെച്ച് പറഞ്ഞോണം, യേശു വിടുവിക്കും. കേട്ടോ? പൂർണ്ണ സൗഖ്യം നമുക്ക് ദൈവം കൊടുക്കും. കേട്ടോ? ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഞാൻ ഈ കൈലാസ് എന്ന് പറഞ്ഞൊരു പേര് എന്റെ മനസ്സിലേക്ക് ഇനി വന്നുകൊണ്ടിരിക്കുക. കൈലാസ് എന്ന് പറഞ്ഞൊരു പേര്, ആ ഒരു പേരുകാരനുമായി ബന്ധപ്പെട്ടത് ആരാണ് കൈലാസ് എന്നുള്ളത്? ഞാൻ കൈലാസ് എന്റെ ചേട്ടന്റെ മോനാ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുക. ഇന്ന് അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് ദൈവം ഒരുക്കാൻ വേണ്ടി പോവാ. ഇന്ന് അവരെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചോണേ. ഇന്ന് ചിലതിനെ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ചില നിയോഗം തരും. അങ്ങനെ എൻ്റെ ഉള്ളത്തിൽ വരും, മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കുവാൻ. ഇന്ന് പിശാചിന് വിട്ടുകൊടുക്കാതെ ദൈവസന്നിധിയിലേക്ക് പിടിക്കുക. ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും. കർത്താവ് ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മ. ഇന്ന് എല്ലാവരും, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇന്ന് ഡെലിവറൻസ് മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഹൃദയത്തിൽ പറ, കർത്താവേ എന്നോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളോട് ഇടപെടണമേ, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് സഹകരണം. ഇത് പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. തൻ്റെ പ്രവചനാത്മാവിലൂടെ, തൻ്റെ അത്ഭുതത്തിന്റെ ആത്മാവിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ കൃപാവരങ്ങളിലൂടെ 9 കൃപാവരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഓ എൻ്റെ യേശുവേ, കർത്താവെ അങ്ങ് സ്പർശിക്കുന്നല്ലോ അപ്പ. ഓ കർത്താവേ, ഒരു ATMന്റെ ബാക്കിൽ ഈ 399 പ്രത്യേകിച്ച് ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ATM കാർഡിലാണ് അങ്ങനെ വരുന്നത്. അല്ല, നമ്മുടെ നാട്ടിലുള്ള ATM കാർഡിലും അങ്ങനെ ഉണ്ടെങ്കിൽ 399 എന്നൊരു നമ്പർ, 399 ഈ നമ്പറുള്ള ATM 399 3 കഴിഞ്ഞിട്ട് 99 ഈ നമ്പറുള്ള ATM കാർഡ് അതാരുടെ കൈവശമാണോ ഇരിക്കുന്നത്, ഇന്ന് ആ വ്യക്തിയുടെ അതിലൂടെ തന്നെ ഒരു നന്മ കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ലഭിക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. അത് ആരുടെയാണോ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റുക. നിങ്ങൾക്കത് ഇന്ന് തന്നെ വലിയൊരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ നന്മയെ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പോ കർത്താവെ,
അങ്ങയുടെ വലിയ പ്രവൃത്തിയെ അങ്ങ് അവിടെ ചെയ്യുന്നല്ലോ. ലോർഡ് ജീസസ്, കർത്താവിന്റെ സാക്ഷ്യമായിട്ടത് മാറുക കേട്ടോ. 3-9-9 പറഞ്ഞോ സിസ്റ്ററെ. പാസ്റ്ററെ, എന്റെ ATM കാർഡിന്റെ പുറയിലാണ് 339 ഉള്ളത്. അതായത് ഞാൻ കാണുന്ന സംഖ്യ 399. ഈ 3 അക്കമാണ് ഞാൻ കാണുന്നത്. അല്ല, എന്റെ 339 339 അല്ല, 3 അല്ല, 399 എന്നാ. സിസ്റ്ററുടെ നമ്പർ ഏതായിരുന്നാ പറഞ്ഞത്? 993. അല്ല സിസ്റ്ററെ, 399 399 എന്നുള്ള നമ്പറാണേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ആ നമ്പർ ആരാണോ അത് എടുത്തു വെച്ച് ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞോണം. അത് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, മിറക്കിൾ മണി ഉണ്ടാകാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വലിയൊരു ഫിനാൻഷ്യൽ ഡോറ് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് അവിടെ തുറന്നു വരികയാണ്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റതൂഷലാഖമനാസിയാന്തരി. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് ഡെലിവറൻസ് മീറ്റിംഗ് നിങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ എല്ലാ ഭാരങ്ങൾക്കകത്തും ഒരു വഴി ഇപ്പോൾ തന്നെ തുറന്നു വരുന്ന സമയമാണ്. ഇത് കർത്താവിൻ്റെ നാമത്തിൽ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ലോർഡ് ജീസസ്. സുറൂഷലാഖമേനിയ മറൂസറ്റഹസിയാന്തിരി. എൻ്റെ യേശുവേ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞാനൊരു യേശുവേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ അങ്ങ് തൊടുന്നല്ലോ. അങ്ങ് കർത്താവേ ഇന്ന് ഓരോ വ്യക്തികളുടെ മേൽ ഇന്ന് ഞാനൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുമോ. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്തൊരു പിതാവിൻ്റെ ചിത്രം ഞാൻ കാണുവാണ്. ആ ഭവനത്തിൻ്റെ അകത്ത് ആ പിതാവിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പിതാവിൻ്റെ പേര് ചാക്കോ എന്നാണ് ആ പിതാവിൻ്റെ പേര് ആ ഭവനത്തിലെ. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ ആ ഭവനത്തിൻ്റെ അകത്തോട്ട് ഒരു വ്യക്തിയെ കർത്താവ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ഒരു ലേഡീനെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാനൊരു ഒരു സൈനായിട്ട് ഞാൻ കാണുന്നത് ഈ വ്യക്തി ഇങ്ങനെ ഈ മാലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുക. ഈ മാല ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക ഈ ചാക്കോയുടെ ഭവനത്തിൽ. വല്ലാത്തൊരു ഭാരത്തിൽ ഒരു മുറിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത്. അതേതാണോ ആ ഭവനം ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ചാക്കോയുടെ ഭവനത്തിൽ എന്റെ പപ്പായുടെ പേരാണ് ചാക്കോ. പപ്പായുടെ പേരാണ്. ഞാൻ ഈ സിസ്റ്റർ ഈ മാലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ഞാൻ ഇച്ചിരി ഇങ്ങനെ ഭാരപ്പെട്ട് ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ ആ മാല കുരുങ്ങിയത് ഞാനിങ്ങനെ ശരിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ കുരുങ്ങി കിടക്കുമായിരുന്നു എന്റെ മാല. ഇതെല്ലാം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നത്. ഇന്നാ സംഭവിച്ചല്ലേ? ഇന്ന് എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്ന വലിയൊരു ഭാരം കർത്താവ് ഇറക്കി വെക്കും. ഈ പിതാവിന്റെ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് കയറി കൂടിയ ഒരു വിഷയം ഇന്നിപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോവുക. കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഉള്ളത്തിൽ ഈ മോനിച്ചെന്നുള്ളൊരു പേര് എൻ്റെ മനസ്സിലേക്ക് വരിക. കർത്താവ് ഇന്ന് അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ ഭവനത്തിലേക്ക് അയക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, സിസ്റ്റർ ഇന്ന് ഭവനത്തിൽ ആരൊക്കെയാ ഇപ്പോൾ ഉള്ളത്? ഇപ്പൊ വീട്ടിൽ ആരും ഇല്ല ബ്രദറെ, വീട് അടച്ചിട്ടേക്കുവാ. ഈ ഫോട്ടോ ഇരിക്കുന്ന എവിടെയാ? വീട്ടില്, മീൻസ് എന്റെ വീട്ടില്. സിസ്റ്റർ ഉള്ള വീട്ടിലാണ് ഈ ഫോട്ടോ ഇരിക്കുന്നത് അല്ലേ? ഇല്ല, ഞാൻ ഇപ്പൊ UK-ലാണ്. സിസ്റ്റർ UK-ലാണ്? അതെ. ഓക്കെ, ഭവനത്തിലാണ് ഇത് ഇരിക്കുന്നത്. അതെ. ഓക്കെ, അത് ഫുൾ അടച്ചു പൂട്ടിയ കാര്യമില്ല അവിടെ? ഇല്ല. ഓക്കെ, നന്ദി യേശുവേ.
ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ്, ഇന്ന് അവിടെ നിന്ന് ആരംഭിച്ചതിനെ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നപ്പാ. കർത്താവെ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. സകല അവകാശവാദങ്ങളെയും ഞങ്ങൾ വെട്ടിമാറ്റുന്നു. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ദൈവം എൻ്റെ ഉള്ളതിൽ പറയും, വലിയൊരു വഴി ദൈവം തുറക്കും. ഭയങ്കരമായൊരു സമാധാനം. ഇങ്ങനെ ഒരു വാക്ക് എൻ്റെ ഉള്ളതിൽ പറയുകയാണ്, സ്വസ്ഥതയോടെ ഉറങ്ങുവാനൊരു കൃപ ദൈവം തരുക. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ റതൂഷലാഫിനാസഖീരിയ ലദൂഷ ഭ്രാന്തി ഫെനാസിയാൻ ടൂഷാല ഖബാറ നെനെ ഹൂസ ബ്രഹാറ്റി ഫിസീന ഹലാക സിയാന്തിരി. എല്ലാവരും യേശുവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തോട് കർത്താവ് അങ്ങ് ഇടപെടുന്നില്ലപ്പാ. നന്മയെല്ലാം കർത്താവേക്ക് നൽകുന്ന നല്ല കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ ആഴമായ പ്രവർത്തികളെ അങ്ങ് അയക്കുന്നല്ലപ്പാ. ആഴമായ പ്രവർത്തികളെ അങ്ങ് അയക്കുന്നല്ലപ്പാ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഹല്ലേലൂയ. യേശുവേ, ഓ യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു ആധാരം, അതിൻ്റെ ഒരു കോപ്പി അലമാരിക്കകത്തല്ല പുറത്ത് വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുക. ഇതിൻ്റെ ഒരു കോപ്പിയാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒറിജിനൽ ഒരിക്കലും പുറത്തെടുത്ത് വെക്കത്തില്ലല്ലോ. അപ്പോൾ കോപ്പി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആധാരത്തിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ അകത്തൊരു പേര് കാണുവാണ്. എഴുതപ്പെട്ട കോപ്പിയിൽ പുറത്ത് വെച്ചേക്കുന്നതിൻ്റെ അകത്ത് ആധാരം അകത്തല്ല, പുറത്തിരിക്കുവാണ്. ഞാൻ തുറന്ന് വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ബേബി എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ആധാരത്തെ കാണുക. അതായത് ഈ ആധാരം അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുകയല്ല, ഇതിൻ്റെ കോപ്പി പോലെ ഒന്ന് പുറത്ത്, വീടിൻ്റെ അലമാരിക്കകത്ത് പുറത്ത് എവിടെയോ ഇറക്കി വെച്ചിരിക്കുക. അത് ഏത് ബേബിയുടെ ആധാരമാണ് പുറത്തിരിക്കുന്നത് കോപ്പി? ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ആ വസ്തുവുമായി ബന്ധപ്പെട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവാം. ആരുടെ ആധാരമാണോ അവിടെ വെച്ചിരിക്കുന്നത്? ഞാൻ ആ ബേബി എന്നുള്ള പേരാ കാണുന്നത്. പക്ഷെ ഈ ആധാരത്തിന്റെ കോപ്പി വെളിയില, വീടിന്റെ അലമാരിക്കകത്തല്ല, ഇതിന്റെ പുറത്ത്, വീടിന്റെ പുറത്ത് ഈ സേഫായിട്ട് വെച്ചിരിക്കുകയല്ല, കോപ്പി സാധാരണ പോലെ വെച്ചിരിക്കുക. അത് അങ്ങനെയാണോ ഇരിക്കുന്നത്? അല്ല, എന്റെ ബ്രദറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബ്രദർ എങ്ങനെയാ വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. നോക്കുക അതെങ്ങനെയാ വെച്ചേക്കുന്നത്. അതിന്റെ ഒറിജിനൽ അല്ല, കോപ്പിയാണ്. കോപ്പി. അപ്പൊ കോപ്പി അലമാരിക്കകത്ത് വെച്ചിരിക്കുമല്ല, പുറത്ത് നമ്മൾ സാധാരണ സേഫിൽ പൂട്ടി വെക്കുമല്ലോ. ഇത് പൂട്ടി വെക്കാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഇത് ഒറിജിനൽ അല്ലെന്ന് മനസ്സിലായി. കാര്യം ഒറിജിനൽ കോപ്പി നമ്മൾ ഒരിക്കലും പുറത്ത് വെക്കത്തില്ല. ഇത് വെളിയിലെടുത്ത് വെച്ചിരിക്കുക. ചോദിക്കുക ബ്രദറിനോട്, എവിടെയാ വെച്ചിരിക്കുന്നത്? അലമാരിക്കകത്ത് അല്ലെങ്കിൽ ബേബി എന്നുള്ള പേരാണ് ഞാൻ ആധാരത്തെ കാണുന്നത്. ആധാരത്തുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു വിടുതൽ ഇന്ന് കൽപ്പിക്കാൻ വേണ്ടി പോവാം. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ആ കർത്താവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നല്ലോ. ഓ യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലൗസോഫന റഗധീരിയ റഗതുഷബലകടദിരിക. എന്തോ പാസ്റ്റർ നേരത്തെ ഒരു നമ്പർ പറഞ്ഞില്ലേ, 399 ATM കാർഡിന്റെ? എന്റെ നമ്പറാണ്. സിസ്റ്ററുടെ നമ്പർ ATM നമ്പറാ. കൈ എടുത്ത് വെച്ച് കൈ വെച്ച മിറക്കിൾ മണി തുറക്കാൻ വേണ്ടി പോവാ. എന്റെ കർത്താവേ, സിസ്റ്ററെ, ഞങ്ങൾക്ക് ഇത് വല്ലതും കാണാൻ വല്ല വഴിയുണ്ടോ? ഈ ATM നമ്പര് ഞങ്ങൾ കാണാൻ വല്ല വഴിയുണ്ടോ? ഉറപ്പാണോ? ഒന്ന് കയ്യിലെടുത്ത് പിടിക്കാവോ ATM? യേശുവിന്റെ ഞങ്ങൾ കാണാൻ ഒരു സാധ്യതയില്ല. ഇന്ന് കൈയെടുത്ത് വെച്ച് മിറക്കിൾ മണി ആ ATM വരാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് വെളിപ്പെടുത്ത് കൈവച്ച അവിശ്വാസത്തെ ഞങ്ങൾ ശ്വാസിക്കുന്നു. അതിന്റെ അകത്ത് നന്മ വരാൻ വേണ്ടി പോവാ. നന്മ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഫിനാൻഷ്യൽ ആ സ്ട്രഗിളിന്റെ അകത്ത് എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവമായതുകൊണ്ട് ആകാശത്ത് നന്മ വരും. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മിറക്കിൾ മണിയെ
റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു മിറക്കിൾ മണിയെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്ററെ, എല്ലാ ദിവസവും ചെക്ക് ചെയ്തോണേ. കർത്താവ് അസാധാരണമായ ഒരു ഫണ്ട് തുറക്കാൻ വേണ്ടി പോവാ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്റെ യേശുവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ ഉള്ളത്തെ കർത്താവിനോട് പറയുന്നു, സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. സെബാസ്റ്റ്യൻ. ഈ സെബാസ്റ്റ്യന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇളയ ആൺതലമുറ, മൂത്തതല്ല, ഇളയ ആൺതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറയുക. സെബാസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഇളയ ആൺതലമുറയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ പറഞ്ഞോ. എന്റെ ഹസ്ബൻഡിന്റെ പേര് സെബാസ്റ്റ്യൻ, എന്റെ മോൻ ഇളയത്. ഇളയത് മോനാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കർത്താവ് എന്തോ എന്റെ ഫാദറിന്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. എന്റെ ഇളയ ആങ്ങളയുടെ പേരും സെബാസ്റ്റ്യൻ എന്നാണ്. അല്ല സിസ്റ്റർ, ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം ലൈവായിട്ട് നിൽക്കുന്ന ഹസ്ബൻഡും മോനുമായിട്ട് ബന്ധപ്പെട്ടതാണേ. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ യേശുവെ. സിസ്റ്റർ ലൈവ് നിന്നോണം, സിസ്റ്റർ കട്ട് ചെയ്യണ്ട. അതിൻ്റെ അകത്ത് ഒരു കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞോട്ടെ. ലതൂഷ് ബനാറഹസ്തേരിയാന്തിരി. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ സെനാഫുറാലിയാം ഠിരി. ഈ ജൂൺ എന്നുള്ള ഒരു മാസം എന്നെ കർത്താവ് എടുത്ത് കാണിക്കുക. ജൂൺ മാസം. ബർത്ത്ഡേ ജൂൺ മാസം 5-ാം തീയതി. സെബാസ്റ്റ്യന്റെ. അതെ ബ്രദറെ. ഓ എന്റെ യേശു, ഇത് കൺഫർമേഷൻ ആകട്ടോ. കർത്താവ് ഇന്ന് സെബാസ്റ്റ്യനെ രണ്ടുപേര് വന്നുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച. കർത്താവ് യുദ്ധത്തിൽ ആരുമായി ബന്ധപ്പെട്ടാണ്. കർത്താവ് പറഞ്ഞു ജൂൺ മാസത്തിൽ ജനിച്ച വ്യക്തിയാണ്. യേശുവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ എന്തോ എന്റെ ഹസ്ബൻഡ് അനിയന്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. മോനുണ്ട്, മോൻ ജൂണിൽ ജനിച്ചതാണ്. അപ്പൊ രണ്ടുപേരും ഒരേപോലെ വന്നത്. സെബാസ്റ്റ്യൻ ജൂണിൽ ജനിച്ചതാ. അപ്പൊ സെബാസ്റ്റ്യൻ ജൂണിൽ ജനിച്ച ആരാ? സിസ്റ്ററുടെ പേരെന്തുവാ? എന്റെ പേര് സൂസി. സൂസിയ. കർത്താവെ, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പൊ സെബാസ്റ്റ്യൻ ജൂണിൽ ജനിച്ചതാണ്. കർത്താവ്, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് കർത്താവെ, സിസ്റ്ററെ, മോൻ ചെറുതാണോ അതോ പക്വതയുള്ള ആളാണോ? വലിയ ആളോ? വലിയ ആള്. ഒത്തിരി ആലോചന കേട്ടുള്ള ആളാ. ഓ എന്റെ യേശുവേ, ഇന്ന് കർത്താവെ അങ്ങ് ഉറപ്പിക്കുന്നല്ലോ. അപ്പൊ ഇൻ ദ നെയിം ഓഫ്, ഞാനൊരു കാഴ്ച സിസ്റ്ററെ കാണുന്നത്, ഈ ഒരു ഫ്ലൈറ്റ് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വഴി ദൈവം തുറക്കും. ചോദിക്കാൻ വേണ്ടി ബ്രദറിന് ആ ആലോചന ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രദറിന് ഇപ്പൊ പറയാൻ നിന്നപ്പോ ബ്രദർ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ ഒരു യാത്രയാണ്, ഫ്ലൈറ്റ് യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വഴിയാണ് തുറക്കാൻ വേണ്ടി പോവാണ്. അതൊരു കൺഫർമേഷൻ ആണ്. ഈ ജൂൺ മാസത്തിൽ ജനിച്ച സെബാസ്റ്റ്യന്റെ മോനെ ദൈവം തൊടുവാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഇവർ രണ്ടുപേരും ഇങ്ങനെ കൈകോർത്തു പിടിച്ചു നിൽക്കുന്ന, അവർ തമ്മിൽ ചേരത്തില്ലെന്ന് വാദിക്കുന്നതിനെ ഞാൻ ആത്മാവിൽ വെട്ടിമാറ്റുന്നു. കർത്താവെ, ഒരുമനപ്പെടാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശകൾ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഏറ്റെടുത്ത് കേട്ടോ, ഇത് വലിയൊരു കൺഫർമേഷൻ ആണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്രദറെ, അത് എനിക്കൊരു, എന്നിട്ട് ഞാൻ അഡ്ജസ്റ്ററിന് ഒരു ഇതുവരെ മെസ്സേജ് വരെ അയച്ചായിരുന്നു, പക്ഷെ അഡ്ജസ്റ്റർ എടുത്തില്ല. എനിക്ക് മറുപടി ദൈവത്തിന് ഒത്തിരി നന്ദിയായിരുന്നു. ഒത്തിരി ഞാൻ ഇതിപ്പോ മുന്നോട്ട് ഒരു ചുവട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ദൈവം വലിയതായിട്ട് വെളിപ്പെടുത്തുക. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ഇത് കർത്താവിന്റെ സമയമാണ്. റോഷലഖമനസിയാന്ധരി. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ്, ഇത് ഡെലിവറൻസ് ആണ്. ഡെലിവറൻസ് യേശുക്രിസ്തു ചെയ്ത ശുശ്രൂഷ തന്നെയാണ്. കർത്താവിൽ വിശ്വസിക്കുന്ന അപ്പോസ്തലന്മാരും ദൈവത്തിന്റെ പ്രവാചകന്മാരും കർത്താവിന്റെ സുവിശേഷകരും എല്ലാം ചെയ്യുന്നത്. യേശു പഠിപ്പിച്ചു ദൈവരാജ്യം പ്രസംഗിക്കാൻ മാത്രമല്ല, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. ഡെലിവറൻസ് ആണ്, വിടുതൽ. അതാണ് കർത്താവ് പറഞ്ഞത്.
ബന്ധിതരെ മോചിപ്പിക്കുകയും പീഡിതനെ വിടുവിച്ചയക്കുകയും ചെയ്യണം. ആ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദി കർത്താവേ. ഓ യേശുവേ, കർത്താവേ, ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഓ ഹല്ലേലൂയ. ഓ എൻ്റെ യേശുവേ, എൻ്റെ കർത്താവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞാൻ ജോൺസൺ എന്ന് പറഞ്ഞൊരു പേര് എൻ്റെ മനസ്സിലേക്ക് വരും. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് ഈ അത്ലറ്റുകൾ ഇങ്ങനെ ഓടുന്ന, റൺവേയിൽ ഇങ്ങനെ ഓടുന്നത് പോലെ ഒരു കാഴ്ച ആ ഭവനത്തിൻ്റെ അകത്ത് ഒരാൾ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. സ്പോർട്സ്, അതായത് അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഈ ജോൺസന്റെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തത് ആരാണോ, ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ജോൺസന്റെ ഭവനം. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ഈ തടയപ്പെട്ടതുമായ ചില മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്താൽ ഇടപെട്ടത് നന്മയാകാൻ വേണ്ടി പോവാന്ന് പറയും. ആരാണോ ആ ജോൺസനുമായി ബന്ധപ്പെട്ടത്, ഞാനിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതം അവിടെ ഉണ്ടാകുന്നല്ലോ. ദൈവമേ, അങ്ങയുടെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. ആമേൻ പറഞ്ഞ ആ ഡെലിവറൻസിനെ സ്വീകരിച്ചോ കേട്ടോ. വളരും ദൈവത്താൽ. ബ്രദറെ, എന്റെ ഹസ്ബൻഡിന്റെ പേര് ജോൺസൺ എന്നാണ്. എന്റെ മോള് സ്പോർട്സിൽ ഓടുന്നതിലും കളിക്കുന്നതിലും ഒക്കെ ഇൻവോൾവ് ആണ്. അത്ലറ്റിക്സിലുള്ളതല്ലേ? അതെ. വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ. അതാ ഞാൻ ഈ ജോൺസന്റെ ഭവനത്തിൽ ഇന്ന് ആ മോക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. നല്ലൊരു ഫ്യൂച്ചർ അതിൻ്റെ അകത്തുണ്ട്. അതിലൂടെയൊക്കെ നന്മയുണ്ടാവും. അതിലൂടെ ഒരു ജോലി മേഖലകളൊക്കെ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ഒരു ഫ്യൂച്ചർ അവക്കുണ്ട്. അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ വഴിമധ്യേ നോക്കുന്നൊരു മണ്ഡലത്തെ ഞാനിപ്പോൾ ആത്മാവിൽ വെട്ടിവിടുന്നു. ജോൺസന്റെ മേൽ ഇട്ടിരിക്കുന്ന കർത്താവെ, ജോൺസനുമായി കണക്ട് ചെയ്ത് ആ മകളുടെ മേലും ഒരു ചൂണ്ടക്കൊളുത്ത് പോലെ ഇടാൻ നോക്കുന്നതിനെ ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ ആത്മാവിൽ അതിനെ വെട്ടിമാറ്റുന്നു. യേശു ജീവിക്കുന്നു. കർത്താവിന്റെ അത്ഭുത കരം. ശ്രേയാമയം പറഞ്ഞ മോക്ക് വേണ്ടി ഏറ്റെടുത്ത അവൾ വലിയൊരു അത്ലറ്റ്. ഇന്ന് തന്നെ ആ ദൂത് എഴുതി വെച്ചോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ പരിശുദ്ധാത്മാവേ, വലിയ പ്രവൃത്തി ഇന്ന് നടക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഇടുപ്പിന്റെ അവിടെ വേദനയുള്ളവർ, ഇടുപ്പിന്റെ എല്ലുമായി ഇടുപ്പിന്റെ ഭാഗത്ത് വേദനയുള്ള സഹോദരങ്ങളെ കൈയെടുത്ത് വെച്ചൊന്ന് കൽപ്പിക്കാവോ? ഇപ്പം നിങ്ങൾ വേദന ഉണ്ടത് പറയണ്ട. ഞാൻ ഇടയ്ക്ക് കഴിയുമ്പോൾ ചോദിക്കും, നിർത്തരുത്. ഈ ആലോചനയ്ക്കകത്തൊരു അത്ഭുതമുണ്ട്. ആരാണോ അതിനെ ചാടി പിടിക്കുന്നത്, രക്തസ്രവക്കാരിയെ പോലെ ഞാൻ ഇന്ന് യേശുവിനെ തൊടും, ഞാൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞിറങ്ങിയതുപോലെ കൈയെടുത്ത് വെച്ച് ഇടിപ്പിന്റെ അവിടെ കൈയെടുത്ത് വെച്ച് ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗശക്തിയെ ഇറങ്ങ് യേശുവിന്റെ നാമത്തിൽ. ആ ഇടിപ്പിന്റെ മേൽ അസാധാരണമായൊരു സൗഖ്യം വ്യാപരിക്കുക. ഹീലിംഗ് പവർ ഇന്ന് അവിടെ വെളിപ്പെടുക. പരിശുദ്ധാത്മാവേ, തീയമ്പുകൾ കെട്ടുപോട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന ഇടുപ്പ് വേദന ഉള്ള സഹോദരങ്ങളെ കൈയെടുത്ത് വെച്ച് അവിടെ തന്നെ കൈവച്ച വേദനയുള്ള ഭാഗത്ത് ആ ബൾജ് നിൽക്കുന്നത് പോലെ മുഴകളുള്ളവര്, നീർക്കെട്ടുള്ളവര്, ഇന്ന് ആ ഞരമ്പുകളുടെ മേൽ, അസ്ഥിയുടെ മേൽ ഇപ്പോൾ തന്നെ ഒരു തീ കത്തുക യേശുവിന്റെ നാമത്തിൽ. എൻ്റെ കർത്താവെ, അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണപ്പാ. അങ്ങ് ഞങ്ങളെ തൊടുന്ന ദൈവമാണപ്പാ. അങ്ങ് ഞങ്ങളെ വിടുവിക്കുന്ന കർത്താവാണല്ലോ അപ്പാ. ഹീലിംഗ് പവർ ഈസ് മൂവിങ്. ഒരു തീ അവിടെ കത്തുക ആ രോഗത്തിന്റെ മേൽ തീ കത്തുക യേശുവിന്റെ നാമത്തിൽ. സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദിയപ്പാ. ആമേൻ. ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്തത് ചാടി എണീറ്റിട്ട് എന്താണോ നേരത്തെ കഴിയാത്തത്, ഇരുന്നോ തിരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ ഒന്ന് നോക്കിക്കേ. ആ വേദന അവിടെ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്നു. കർത്താവിന്റെ അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു. പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നവര് വേഗത്തിലൊന്ന് ചെക്ക് ചെയ്ത് കർത്താവിന്റെ അത്ഭുതം ഇന്നവിടെ വെളിപ്പെട്ടിരിക്കുന്നു. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവരെല്ലാം സൗഖ്യം, പൂർണ്ണ സൗഖ്യമാണ്. ആശ്വാസമല്ല, കുഴപ്പമില്ലെന്നല്ല, പൂർണ്ണ സൗഖ്യം ഉള്ളവര് പറഞ്ഞു. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ നടുവിന്റെ അടുത്ത് ഭയങ്കര വേദനയായിരുന്നു. അപ്പോഴ് മിന്നി പിടിക്കുന്ന കണക്കും ഒക്കെയാണ്. എനിക്ക് നടക്കാനും ഇന്ന് തന്നെ എനിക്ക് ആഹാരമൊന്നും പാകം ചെയ്യാൻ പറ്റിയില്ല. ഇച്ചിരി മുറ്റം തൂത്തപ്പോ തന്നെ അപ്പോഴ് ഒട്ടും വയ്യായിരുന്നു. അപ്പോഴിപ്പം പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കൈവച്ച്
എനിക്ക് തന്നെ അപ്പോഴും നോക്കിയപ്പോ എനിക്ക് നല്ല ചൂട്. ഞാൻ ഇങ്ങനെ കൈവച്ചപ്പോഴേ ഒരു ഭയങ്കര തിളയ്ക്കുന്ന ചൂട്, നമുക്ക് നല്ല ആവി അടിക്കത്തില്ലേ, അതുപോലെ ഒരു അനുഭവം എനിക്ക് വന്ന്. ഇപ്പൊ വേദന ഉണ്ടോ അവിടെ? ഇല്ല, വേദന ഇല്ല. ഇത് നിങ്ങൾ കേട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ തൊടലാണ് സൗകര്യം പറഞ്ഞത്. ഭയങ്കര ചൂട് സിസ്റ്റർ, ശരിക്കും ചൂട് അവിടെ അനുഭവിച്ചു സിസ്റ്റർ. നല്ല ചൂട്. എന്റെ പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ അഗ്നിയുടെ സ്പർശനമാണത്. സൗകര്യം പറഞ്ഞു കേട്ടില്ല, ഇടിപ്പിന്റെ അവിടെ വേദനയായിരുന്നു, ഭയങ്കര ഒരു ചൂട് അവിടെ വന്നു. ഇപ്പൊ സിസ്റ്റർ നോക്കിയപ്പോ അവിടെ വേദനയില്ല. നമ്മൾ നശിപ്പിക്കുന്ന ചൂടല്ല കേട്ടോ, ഇത് ദഹിപ്പിക്കുന്നതല്ല, ഇത് സൗഖ്യമാക്കുന്നതാ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ വലിയ സ്പർശനത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. അടുത്തയാള് പെട്ടെന്ന് നോക്കിക്കൊന്ന്, നമുക്ക് അടുത്തൊരു ആലോചനയിലേക്ക് കയറണം. അടുത്തയാള് ചെക്ക് ചെയ്ത് ആ ഇടിപ്പിന്റെ എനിക്ക് നാളുകളായിട്ട് എനിക്ക് ഇടുപ്പിന്റെ വേദനയുള്ള. ഇപ്പൊ നോക്കിയിട്ട് വേദനയില്ല, ഒട്ടും വേദനയില്ല. ഇല്ല. എത്ര നാളായിട്ട് വേദന അനുഭവിച്ച സൗരി? എനിക്ക് ഏകദേശം വർഷങ്ങളായിട്ടുണ്ട്. എന്നാലും 2 വർഷം. അത് കൂടുതലാ. ഞാൻ ചോദിക്കുന്ന വേറെ ഒന്നുമല്ല, അതെപ്പോഴും ഉണ്ടാകാറില്ല, ചില സമയങ്ങളിൽ ഭയങ്കര നടക്കാനൊന്നും നോക്കത്തില്ല. ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ വേദന ഉണ്ടായിരുന്നോ? സൈഡ് വേദനയുണ്ട്, വലിയ ഇതില്ലായിരുന്നു, സിവിയർ ഇല്ലായിരുന്നു. പക്ഷെ ഒത്തിരി നേരം നടക്കെടുക്കുകയോ ചെയ്താൽ സിവിയർ ആയിട്ട് വേദന ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ വളരെ റെസ്റ്റിലാണ്. ഇപ്പൊ കൈ വെച്ചപ്പോ എന്നാണ് സംഭവിച്ചത്? എണ്ണീറ്റ് നോക്കിയപ്പോ ഇപ്പൊ വേദനയില്ല, എണ്ണീറ്റ് നടന്നിട്ട്. കണ്ടോ, കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. ഇനി സൗഖ്യമായവര് ശ്രദ്ധിച്ചോണേ, ഉടനെ പറയണം, കർത്താവ് ഇനി ഒരു രോഗത്തിനോ എന്റെ മേൽ അവകാശമില്ല, എല്ലാ വാതിലും ഞാൻ അടയ്ക്കുന്നു എന്ന് പറയണം. മനസ്സിലാകുന്നുണ്ട്? ശ്രദ്ധിച്ചോണേ. സൗഖ്യമാകുന്നവരെ അങ്ങനെ പറഞ്ഞ് ഡോറടച്ച് ആ വാതിലങ്ങ് അടച്ച് ആ രോഗശക്തിക്ക് ഇനി കേറാൻ പറ്റത്തില്ല. ഡോറടയ്ക്കുക. സൗകര്യം പറഞ്ഞിട്ടില്ലേ, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. ഇന്ന് കർത്താവ് അത് തൊട്ടു. സൗഖ്യമായവർ ശ്രദ്ധിച്ചോണം. വീണ്ടും ആ രോഗം നിങ്ങളിൽ പ്രവേശിപ്പാതിരിപ്പാൻ യേശുവിന്റെ നാമത്തിൽ ആ ഡോർ അങ്ങ് അടച്ചോണം. ഗോഡ് ബ്ലസ് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തിട്ട് കാണാൻ പറ്റുന്നവര്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ ശരീരം എന്തോ എനിക്കുണ്ടായിരുന്നു ഇടുപ്പിന് വേദന 2 മാസത്തോളായി. ഒരു സൈഡിന് മാത്രമേ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ നിമിഷം എനിക്ക് സൗഖ്യമാക്കി എന്റെ ദൈവം. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഇല്ല. ഓ എന്റെ കർത്താവേ, അങ്ങേക്ക് സ്തുതി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. അടുത്തയാള് ഇനി ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു ജീസസ്. സഹോദരങ്ങളൊന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് ചാടിയൊക്കെ ഒന്ന് എണീറ്റേ. യേശു പറഞ്ഞതുപോലെ കിടക്ക എടുത്ത് നടക്കാന്ന് പറഞ്ഞതുപോലെ അങ്ങ് ചാടി എണീറ്റ് പൊക്കോണം. കർത്താവേ, എന്തോ എനിക്ക് 4-5 ദിവസം ഇരുന്നിട്ട് ആയാലും കിടന്നിട്ടായാലും എഴീക്കുമ്പോ പെട്ടെന്ന് നടക്കാൻ പറ്റില്ല. ആ കാലങ്ങ് ഒടിഞ്ഞു വീഴുമ്പോലെ ആ ഇടുപ്പിന് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കി, അങ്ങനെ എഴീച്ചൊക്കെ നടന്നു ഇരുന്ന് കിടന്നു ഒക്കെ നോക്കി. ഇപ്പൊ എനിക്ക് വേദനയില്ല, ഒട്ടും വേദനയില്ല, പൂർണ്ണമായി സൗഖ്യമായി. അങ്ങനെ പറ. പൂർണ്ണമായ സൗഖ്യം വന്നിരിക്കുന്നത്, അങ്ങനെ പറയേണ്ടത്. യേശുവിന്റെ നാമ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുക. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത ആരെങ്കിലും ഉണ്ടോ? സൗഖ്യം ശരീരത്തിന്റെ അകത്ത് അനുഭവിക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത കിടന്നുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞു നോക്കാതെ ചാടിയെന്ന് എണീറ്റേ. അപ്പൊ അറിയാൻ പറ്റും ആ അത്ഭുതം ശരീരത്തിന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്നു. മറ്റാരെങ്കിലും ഉണ്ടോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. മറ്റാരും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മുന്നോട്ട് പോവാണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സൗഖ്യം ഇന്ന് ലഭിക്കാത്തവര്, പ്രാർത്ഥിച്ചിട്ട് മാറ്റമില്ലാത്തവര് നിർത്തരുത്. ആലോചനയ്ക്കകത്ത് വെളിപ്പെട്ടതാണ് ഇടിപ്പിന്റെ അവിടെ കർത്താവിന്റെ അഗ്നി തൊടുക. അതുകൊണ്ട് ആ അഗ്നി ഇപ്പോഴും നമ്മുടെ നടുവിൽ തന്നെയുണ്ട്. പിന്നെയും കൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിയുന്നതിന് മുമ്പ് തന്നെ അടുത്ത സാക്ഷി നിങ്ങളുടേതാ. ഓ എന്റെ യേശുവെ, കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തോ. പറയാനുള്ളവരല്ലാതെ എല്ലാവരും സഹോദരങ്ങളെ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണേ, വളരെ ശ്രദ്ധിച്ചിരിക്കണേ. കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് വല്ലതും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഓ എന്റെ യേശുവേ, ഇന്ന് കർത്താവ് തൊടുക. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നത് ബെർണാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ബെർണാഡ്, ഈ ബെർണാഡിന്റെ ഭവനത്തിന്റെ അകത്ത് ഇന്ന് ഞാൻ കാണുന്ന ഒരു കാഴ്ച,
ഒരു ബാഗ് ഇങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുവാണ്. അതൊരു ആത്മീയ കാഴ്ചയാണ്, ഒരു യാത്ര അയപ്പിന്റെ കാഴ്ചയാണ്. എന്നാൽ ഈ യാത്ര അയപ്പ് ഞാൻ കാണുമ്പോൾ തന്നെ ഇത് ഞാൻ ഭൗതിക തലത്തിലല്ല കാണുന്നത്, ആത്മീയ തലത്തിലാണ് ഈ ബെർണാഡിന്റെ ഭവനത്തിൽ ഞാൻ കാണുന്നത്. ബെർണാഡുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, അങ്ങയുടെ അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ദുഷ്ടന്റെ ആശകൾ നശിക്കും. ഇപ്പോൾ തന്നെ അവൻ പല്ല് കടിച്ചുരുക്കി. ആ ബെർണാഡുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്നത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടാൻ വേണ്ടി പോവാണ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. കൃപ വരുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മ്യൂട്ട് മാറ്റാൻ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മ്യൂട്ട് മാറ്റുക. ലൈവിലാണെങ്കിൽ ഏറ്റെടുത്തോണം. കർത്താവ് എന്ന ഭവനത്തിൽ ഇതൊരു ആത്മീയ കാഴ്ചയാണ്, അതൊരു യാത്രയപ്പ്. ആ യാത്രയപ്പ് ഒരു ബ്ലെസ്സിങ് ആയിട്ടല്ല ഞാൻ കാണുന്നത്, പക്ഷെ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ആ കർത്താവെ, അന്നൊരു സമാധാനം അവിടെ ഉണ്ടാകട്ടെ. എല്ലാ മരണത്തെയും ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവെ, നന്ദി യേശുവേ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഋതു ഷഖീല മനാസഫ നാറക തൂഷല തേരിയ നസൂസി പറ്റാഫറ സുഷാല തിവാന. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ ഈ അഞ്ജന എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരും. അഞ്ജന എന്ന് പറയുന്ന ഒരു പേര്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഈ മാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനുള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അഞ്ജനയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ അത്ഭുത പ്രവൃത്തിയെ മകളുമായി ബന്ധപ്പെട്ട് സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പം കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. ലോർഡ് ജീസസ്, ഞാനിതിനെ റിലീസ് ചെയ്യുന്നപ്പ വലിയൊരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകണം. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു സിസ്റ്ററെ. എന്റെ ആങ്ങളയുടെ മോളാ അഞ്ജന. ആങ്ങളയുടെ മോളാ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചോണേ. ഈ മോൾ എവിടെയാ ഉള്ളത്? മോള് ജോലിയിലാണ്. അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഈ അഞ്ജനയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാ. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ആ മരണം ഒരു എന്താ പറയുന്നത്, ഒരു സ്വാഭാവിക മരണമല്ല. അടുത്തത് ഇവളെ ഉന്നം വെച്ച് നിൽക്കുവാണ് ഈ അഞ്ജനനെ. അവളുടെയും വാർത്ത അങ്ങനെ ആകുമെന്ന് വാദിച്ച് നിൽക്കുന്ന ഒരു മേഖലയാണ് അഞ്ജനയ്ക്ക് വേണ്ടി. എവിടെയാ ഏത് സ്ഥലത്താ ഉള്ളത്? അത് എന്റെ വീട് പാല, അവരുടെ വീട് തൊടുപുഴയാണ്. അവള് കോതമംഗലത്തൊക്കെ ജോലിയായിരുന്നു. ഇപ്പൊ നിക്കുന്നത് കോതമംഗലത്താണോ? ഇപ്പൊ എവിടെയാന്ന് എനിക്ക് ശരി കറക്റ്റ് അറിയില്ല. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, അവളെ ഉന്നം വെച്ച് നിൽക്കുന്നതിന്. നമ്മൾ പലപ്പോഴും ഓർക്കും, നിങ്ങളൊരു കുടുംബത്തിന്റെ അകത്ത് യേശുവിനെ അറിഞ്ഞത് കുടുംബത്തിന്റെ അകത്തുള്ള അനേകരെ വിടുവിക്കാൻ വേണ്ടി. അറിയാവോ, അനേകരെ വിടുവിക്കാൻ വേണ്ടി യേശു കണ്ടിരിക്കുന്നത്. സഹോദരി പ്രാർത്ഥിച്ചോണേ. അതിനുള്ളത് കർത്താവ് അങ്ങനെ തന്നെ പറയുവാണ്, അനർത്ഥം വിട്ടൊഴിയുന്നു. അഞ്ജനയുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഒരു പ്രവർത്തി നമ്മളെ ദൈവം കണക്ട് ചെയ്യും. നമ്മളിപ്പോൾ ഓർക്കും, കർത്താവ് ഞാനിത് പ്രാർത്ഥിക്കുന്നത് അവർ വല്ലതും അറിയുന്നുണ്ടോ? ഉണ്ട്. ദൈവം ആത്മമണ്ഡലത്തിൽ അത് ബന്ധപ്പെടുത്തും. പ്രാർത്ഥനയുടെ വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവരുമായിട്ട് കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യും. നന്ദി യേശുവേ. പരിശുദ്ധാത്മാവേ, പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഓ യേശുവേ, എൻ്റെ കർത്താവേ. ഞങ്ങളിപ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഏപ്രിൽ മാസം 7-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൽ തന്നെ മാർച്ചുമായി ബന്ധപ്പെട്ട ഒരാളും കൂടി ഉണ്ട്. അതായത് ഏപ്രിൽ മാസം 7-ാം തീയതി ജനിച്ച ഈ വ്യക്തിയുള്ള ഭവനത്തിൽ തന്നെ മാർച്ച് മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളും കൂടെ ആ ഭവനത്തിലുണ്ട്. അത് ആരുടെ ഭവനമാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, അങ്ങയുടെ അത്ഭുതം ആ 2 വ്യക്തികളുടെ മേലേക്കും ഞങ്ങൾ അയക്കുന്നു. എൻ്റെ യേശുവെ, ആരാണോ ഏപ്രിൽ മാസം 7-ാം തീയതി ജനിച്ചിരിക്കുന്നത് ഭവനത്തിൽ, ഇപ്പോൾ തന്നെ ആ വ്യക്തിയെ കവർ ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടാവുക.
ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജനിച്ചത് എന്റെ ഹസ്ബൻഡാണ്. കേട്ടില്ല സിസ്റ്ററെ? എന്റെ ഹസ്ബൻഡാണ് ഏപ്രിൽ 7 ജനിച്ചത്. ഏപ്രിൽ 7 ജനിച്ചത്. മാർച്ച് ആരാ സിസ്റ്ററെ? മാർച്ച് അനിയത്തിയുടെ മോള്. അനിയത്തിയുടെ മോള് അല്ലേ? സിസ്റ്ററുടെ അനിയത്തിയുടെ മോൾ അതോ ഹസ്ബൻഡിന്റെയോ? എന്റെ അനിയത്തിയുടെ മോള്. സിസ്റ്ററുടെ അനിയത്തിയുടെ മോള് അല്ലേ? ലോർഡ് ജീസസ്, ആണ് 2 കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ ദിവ്യ സമാധാനം ഉണ്ടാകട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോട്ടെ എന്നുള്ളത് കർത്താവ് സിസ്റ്റർ ഒരു വാക്ക് പറയുകയാണ്. ഈ കണ്ണുനീര് വീണൊരു ഭവനവാദം, കണ്ണുനീര് വീണ ഭവനമാണ്. അവിടെ വന്നവരെല്ലാം കരയിച്ച അനുഭവങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഉള്ളത്തിലൊരു വെല്ലുവിളി കേൾക്കുവാണ്. ഇതിൻ്റെ അകത്തുനിന്ന് കരയിപ്പിക്കാതെ, കണ്ണുനീര് വീഴ്ത്താതെ ആരെയും ഇറക്കത്തില്ലെന്ന് വാദിക്കുന്ന ഒരു മേഖല ആ മണ്ണുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുക. ഓ എൻ്റെ യേശുവേ, അതായത് അവിടെ കയറുന്ന വ്യക്തികളെ കരയിപ്പിക്കും, സന്തോഷിക്കുവാൻ അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ, സത്യമാണോ? സത്യമാണ്, സത്യമാണ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പ ആ കുടുംബത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന സകല അന്തരീക്ഷങ്ങളെയും ഇപ്പോൾ തന്നെ പിടിച്ചു കൊട്ടുന്ന യേശു തന്ന അധികാരത്തെ ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, കൂടെ ഉണ്ടല്ലോ, അങ്ങ് കൂടെ ഉണ്ടല്ലോ അങ്ങ്. മോന് മാർച്ച് ജനിച്ചതാ. ഈ പറഞ്ഞ പോലെയാണോ ഭവന? അതെ അതെ, മണ്ണൊക്കെ ബന്ധിച്ച് കെട്ടി ഭയങ്കര പ്രശ്നമാണ്. രണ്ടുപേരുടെയും ഭവനം ഇതുപോലെ തന്നെയാണ്, കണ്ണുനീരിന്റെയാ. അതെ. ഓ യേശുവേ. ഇന്ന് കർത്താവ് എന്റെ ഉള്ളത്തിൽ പറയുന്നു, ദൈവം തൊടും. ആരാ ഈ അലക്സുമായിട്ട് ബന്ധപ്പെട്ടത്? ഇന്ന് കർത്താവ് ഇന്ന് ചിലതിനെ അഴിക്കുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുപ്പാ. കർത്താവിന്റെ കൃപ അവിടെ ഞങ്ങളുടെ ഒരു അടുത്ത കൊച്ചാണ്. അവന് പുറത്തോട്ട് പോകാനായിട്ട് നിന്നിട്ടൊന്നും 2 വർഷമായി പുറത്തോട്ട് പോകാൻ ശ്രമിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. കർത്താവിന്റെ അത്ഭുതം ഇന്ന് അവിടെ സംഭവിക്കുന്നു സിസ്റ്ററെ. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. അലക്സ് എന്ന് പറയുന്ന എന്റെ മരുമോനാണ്. ഒരു മിനിറ്റ്, ഞാൻ ആ പഴയ പറഞ്ഞുകൊണ്ടിരുന്ന ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നന്ദി കർത്താവി. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങൾ. എന്റെ മോൾക്കും അതെ, പുറത്തേക്ക് പോകാനുള്ള എല്ലാ വാക്തത്വങ്ങളും ഉണ്ട്. പക്ഷെ അത് എല്ലാം തടസ്സം വന്ന് നിൽക്കുക. എന്താന്ന് എനിക്ക് പാസ്പോർട്ട് എടുത്ത് കൈവച്ചിട്ട് പറയണം, കർത്താവ് രാജ്യങ്ങളുടെ നന്മ ഞങ്ങൾ കാണുന്ന ഉറക്കെ ആ ഭവനത്തിന്റെ അകത്ത് വിളിച്ചു പറയണം. അതിന്റെ അന്തരീക്ഷത്തിന് തളം കെട്ടി നിൽക്കുന്ന സകല നെഗറ്റീവുകളും അവിടുന്ന് തകർന്നു മാറും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങളുടെ നന്മ കാണുന്ന പാസ്പോർട്ടെ നോക്കി പ്രവചിച്ചോണം. നന്ദി യേശുവേ. എൻ്റെ ഉള്ളത്തെ കർത്താവ് ഒരു ഭവനം കാണുവാണ്. ഇന്നേക്ക് 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഭവനത്തിൻ്റെ അകത്ത് ഒരു മരം, ചെറിയൊരു മരമാണ്, ചെറുതാണോ വലുതാണോ, അതിങ്ങനെ വെട്ടി നീക്കിയിരിക്കുക. അതായത് വെട്ടി നീക്കിയിട്ട് അതിൻ്റെ ആ കുറ്റി ഭാഗം ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. 3 ദിവസമേ ആയിട്ടുള്ളൂ. ഒരടയാളമായിട്ടൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. മരം വെട്ടി നീക്കിയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. ഇന്ന് ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഒരു അടയാളം കാണിക്കുവാണ്. ആ മരത്തിന്റെ കുഴപ്പമല്ല, മരം വെട്ടിയതിന്റെ കുഴപ്പമല്ല, ഒരടയാളം ആ ഭവനത്തെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോഴും അതിന്റെ ഭാഗം അവിടെ തന്നെ. എന്റെ വീട്ടിലാണ് പൊട്ടി വീണിട്ട് ഒരു കൊമ്പ് പൊട്ടി വീണിട്ട് ഒരാഴ്ചയായി. അതിനോട് ചേർന്ന ഒരു മരം തന്നെ അത് ഒടിഞ്ഞിട്ട് ആയിരുന്നു. അതിനെ വെട്ടി മാറ്റിയത് ഞായറാഴ്ചയാണ്. 3 ദിവസമായിട്ടുള്ള 3 ദിവസം ഞായറാഴ്ച വെട്ടി മാറ്റിയത് വൈകുന്നേരം. ഹലോ സഹോദരൻ, 3 ദിവസമായി ഞങ്ങളുടെ വീടിന്റെ പുറകിൽ നിന്ന് കേട്ടെ. ഇതിന്റെ അകത്ത് ഷാജിയുമായിട്ട് ബന്ധമുള്ള ഭവനവേദ. ഈ മരം മുറിച്ചു മാറ്റിയതിന്റെ അകത്ത് ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്നെ കർത്താവ് എന്നെ കാണിക്കുക. ശ്രദ്ധിച്ചോണേ, 3 ദിവസമായിട്ടുള്ളത് വെട്ടി മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് ഷാജിയുമായിട്ട് കണക്ട് ചെയ്ത ആരാണോ ഇന്ന് ആ ഭവനം കർത്താവിൻ്റെ പ്രവൃത്തി അതൊരടയാളം കാണിക്കുന്നു. ദൈവത്തിൽ നിന്നും ഒരു നന്മ, ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്. ആമേൻ.
ബ്രദറെ, എന്റെ പേരാണ് ഷാജി. എന്റെ വീട്ടിലാണ് ഒരു ഈ മുരിങ്ങ മരം വെട്ടി കുറ്റിയായിട്ട് നിൽക്കുന്നത് എന്റെ വീട്ടിലാണ്. എത്ര ദിവസമായി? എത്ര ദിവസമായി? ഇപ്പൊ 3 ദിവസമായിട്ടുള്ളൂ. 3 ദിവസമായി മുറിച്ച് മാറ്റിയിരിക്കുന്ന ഭവനം. സഹോദരന്റെ പേരെങ്ങനെയാ? പേരെങ്ങനെയായിരുന്നു? ഷാജി. കർത്താവ് എത്ര വിശ്വസ്തനാ നോക്കി. കർത്താവ് എത്ര സഹോദര, ഈ പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ 3 ദിവസം മുമ്പ് മരം മുറിച്ച് മാറ്റിയ കാഴ്ച ഞങ്ങൾ കാണാൻ വല്ല സാധ്യതയുണ്ടോ? കേൾക്കുന്നുണ്ടോ സഹോദര? കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കട്ടായി പോയി. നിങ്ങൾ ഒരേപോലെ മ്യൂട്ട് മാറ്റരുതേ. ഇപ്പൊ ആ സഹോദര പറഞ്ഞ ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല. ഈ ബ്രദറെ, ഞങ്ങൾ ഇത് വല്ലതും കാണാൻ വഴിയുണ്ടോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ല. കർത്താവ് എത്ര വിശ്വസ്തനാന്ന് നോക്കിയേ. ദൈവാത്മാവ് ഇന്ന് ആ ഭവനത്തിന്റെ അകത്തൊരു അടയാളം കാണിച്ചു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഷാജി. സഹോദര ക്ലിയർ ആകുന്നില്ല, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. ദൈവം എത്രയോ വിശ്വസ്തൻ. കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളെ അറിയുന്നു. ദൈവത്തിനൊന്നും മറവല്ല പ്രിയരെ. ഇന്ന് ഷാജി ബദറെ കേട്ടെ. എന്നാ മുറിച്ചു മാറ്റിയത് മരത്തിന്റെ കുഴപ്പമല്ല, വീടിന്റെ കുഴപ്പം പറയാൻ വേണ്ടിയല്ല. കർത്താവിൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു, ഈ മുറിച്ചു മാറ്റിയ ഒരു മരം എന്നെ കാണിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ് ഇത് എങ്ങനെ മനസ്സിലാവും? കാര്യം എല്ലാ വീട്ടിലും ഏതെങ്കിലുമൊക്കെ ഒരു മുറിച്ചു മാറ്റിയ മരം ഉണ്ടെന്ന് പറഞ്ഞു. 3 ദിവസം മുമ്പാണത് മുറിച്ചു മാറ്റിയത്. അപ്പൊ കുറേ ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ ഭവനത്തിലാണ്. എന്നാൽ കർത്താവ് ഇത്രയും പേര് വന്നപ്പോൾ ഞാൻ കർത്താവ് ഇത് ഏത് ഭവനത്തെയാണ് തൊടാൻ വേണ്ടി പോകുന്നത്? അവിടെ കർത്താവ് പറഞ്ഞു ഷാജിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ആ സഹോദരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് ഷാജി എന്നാണ്. 3 ദിവസം മുമ്പാണ് അദ്ദേഹം അത് മുറിച്ചത്. അപ്പം ഇതെല്ലാം ദൈവം കാണുന്ന പ്രിയരെ. നമുക്കറിയാം, ഒരു വ്യക്തി ഒരിക്കലും ബ്രദറെ ഞാൻ ഇന്ന് മരം മുറിക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞിട്ട് ആരും എന്ത് ചെയ്യത്തില്ല, പറഞ്ഞു തരത്തില്ല. പക്ഷെ ദൈവം അടയാളങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ലോകത്തിനത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്നത് കാണാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റും. കർത്താവ് അത് ഉറപ്പിക്കുന്നതാണ്. ഷാജി ബദറെ, ഭവനത്തിന്റെ അകത്ത് കർത്താവിന്റെ വെളിച്ചം വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ദൈവം എന്നോട് ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ആ ഭവനത്തിന്റെ ഷെയ്പ്പ് മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. അസാധാരണമായ ദൈവമേ, അങ്ങയുടെ പ്രവൃത്തി ഇന്ന് നടക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനൊരു ഈ 2017 ഒരു ഡയറി ഞാൻ കാണുക. 2017 ഒരു ഡയറി. ഈ ഡയറി ഞാൻ കാണുമ്പോഴെല്ലാം നമ്മുടെ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, ചെവി വെക്കുന്ന ഹെഡ്സെറ്റ്, ഈ ഹെഡ്സെറ്റ് ഇങ്ങനെ ഈ ഡയറിയോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നത്, ഈ ഹെഡ്സെറ്റും ഈ ഡയറിയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. 2017 എഴുതിയിരിക്കുന്ന ഒരു ഡയറിയാണ് ഞാൻ കാണുന്നത്. അത് ഏത് വീട്ടിലാണ് ഇത് ഇരിക്കുന്നത്? 2017 ഡയറി. ഞാൻ അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ഞാൻ ആ ഡയറി തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജെ എന്ന് പറയുന്ന ഒരു പേരിൻ്റെ ആരംഭം കണ്ടുകൊണ്ടിരിക്കുക. ലോർഡ് ജീസസ്. ആരുമായിട്ട് അത് കണക്ട് ചെയ്തിട്ടാണോ ഈ ഡയറി? ഇപ്പോൾ ഇത് 2026 പക്ഷെ 2017 ഡയറിയാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഞാനിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് അത് ഇരിക്കുന്ന സ്ഥലത്ത്, ആ മുറി ഏതാണോ, എവിടെയാണോ ഇരിക്കുന്നത്, ഇന്ന് അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടും. ആരുടെ ഭവനത്തിലാണ് അത് ഇരിക്കുന്നത്? ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. എന്തോ
ഞങ്ങളുടെ പള്ളിയുടെ ഒരു ഡയറി എൻ്റെ കയ്യിലുണ്ട്. 2017 ആണേ. 16-17. ആ അത് ഇതില് ജയ എന്ന് പറയുന്ന എൻ്റെ മോടെ പേരിന്റെ ആദ്യത്തെ ലെറ്ററാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് എല്ലാവരെയും ജയ സ്റ്റാർട്ടിങ്. എല്ലാരും ജയ, ഓൾമോസ്റ്റ് സണ്ണിലോ എല്ലാരും ജയ. കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെ എല്ലാം ജയിലാ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്റെ ഒഴിച്ച്. ജൂൺ ആരാ? ജൂണ് ജൂണ് സണ്ണിലോ സണ്ണിലെയാ ജനിച്ചേക്കുന്ന അല്ലേ? സണ്ണിലോ. ലോർഡ് ജീസസ്. ഇതിങ്ങനെ എവിടെ ഇരിക്കുന്ന ഈ ഡയറി ഇപ്പം? ഇപ്പൊ ഞാൻ ഇരിക്കുന്ന മുറിയിലെ ഒരു ഡ്രോയറിൽ ഞാൻ വെച്ചിരിക്കും. ഇങ്ങനെ ബൈബിളിലെ വേഴ്സസ് ഒക്കെ എഴുതി ഇങ്ങനെ മുറിയിലായിരിക്കുന്നത്. ടീച്ചേഴ്സിന്റെ ഓരോന്നൊക്കെ എഴുതി വെക്കുന്ന ഇങ്ങനെ ലോർഡ് ജീസസ്. പ്രസംഗം കേൾക്കുമ്പോ അതിന് നോട്ട് ചെയ്ത് വെക്കുന്ന നോട്ട് എഴുതുന്ന ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ലോർഡ് ജീസസ്. സിസ്റ്റർ, ആ ഡയറി തന്നെ, ആ ഡയറി തുറക്കുമ്പോ തന്നെ ആ ഡയറിയിൽ ജൂൺ മാസത്തിലുള്ള ആ ഭാഗമുണ്ട്. ഡയറിയിൽ ഒരു മാസം ഉണ്ടല്ലോ, എല്ലാ മാസവും. ആ ജൂൺ മാസത്തെ ആ പാരഗ്രാഫ് വരുന്നത് തുറക്കാവോ? അവിടം വരെ എത്തിയോ? ജൂൺ മാസം എഴുതിയേക്കുന്നതിൽ എഴുതാവോ? തുറക്കാവോ? ജൂൺ മാസത്തിൽ കേൾക്കുന്നുണ്ടോ? ഹലോ, അതിലെ മന്ത് നോട്ട് ഡൗൺ ചെയ്തിട്ടില്ല. അപ്പൊ 2016-17 പാരിഷ് ഡയറി എന്നേ ഉള്ളൂ, മെൻഷൻ ചെയ്തിട്ടില്ല. ജൂൺ മാസം മെൻഷൻ ചെയ്തിട്ടില്ല. ഇല്ലില്ല, ഒരു മന്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ജൂൺ മാസം മെൻഷൻ ചെയ്തേക്കുന്ന ഡയറി, അതായത് ആ ഡയറിയിൽ മാസങ്ങൾ ഇങ്ങനെ ലാസ്റ്റിൽ അതിന്റെ മന്ത് ഉണ്ട്. അങ്ങനെയല്ല, ഓരോ ഡയറിയിലും ഓരോ പേജുകളിൽ ചില പേജിൽ ഡേറ്റുകൾ വരുന്നുണ്ടല്ലോ, മാസങ്ങൾ വരുന്നുണ്ട്. ആ, അങ്ങനെ വരുന്ന ഡയറി ഏതാണോ അതിൽ ജൂൺ മാസം 2017 ആണ് ശരിക്കും എന്റെ മോടെ മോടെ കൊച്ചുമോൻ ജനിച്ചത്. എനിക്കുള്ള ജൂണിലാണ്, 2017 എന്റെ കയ്യിലുള്ള ഡയറി. അതിൽ ഈ മാസങ്ങൾ ഉള്ളതാണോ? 2017 എന്റെ ഡയറി. ആ അതെ ബ്രദറെ, എന്റെ പേര് ജെസ്സി എന്നാണ്. ഞാൻ ജൂൺ 8-ാം തീയതി ജനിച്ചത്. ജൂൺ 8-ാം തീയതി ജനിച്ച ആള്. സിസ്റ്ററുടെ പേര് ജയിൽ ആരംഭിക്കുന്നത് അല്ലേ? ജെസ്സി. 2017 ഡയറി ഇപ്പോഴവിടെ ഉണ്ട്. അത് ഏത് മുറിയിലായിരിക്കുന്നത്? ഉണ്ട് എന്റെ അടുത്ത്. അത് ഞാനിപ്പോ ഇരിക്കുന്ന ഫ്രണ്ട് റൂമിലാണ് ഇരിക്കുന്നത്. സിസ്റ്ററുടെ മുറിയിലാണ്. എന്റെ അടുത്തൊരു ഹെഡ്സെറ്റ് ഇരിപ്പുണ്ട് എന്റെ അടുത്ത് തന്നെ. കണ്ടോ കർത്താവ് എത്ര വിശ്വസം. ഞാനിത് ഹെഡ്സെറ്റ് ഇരിപ്പുണ്ട്. എത്ര പേരത് കേട്ടായിരുന്നു? ഇതിന്റെ കൂടെ ഹെഡ്സെറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആത്മാവിൽ ആ മുറിക്കകത്ത് ഇങ്ങനെ കയറി നിൽക്കുക. അപ്പൊ ഞാനത് കാണുന്നതാണ് ഈ പറയുന്നത്. ഞാനിതിന്റെ അകത്ത് ഹെഡ്സെറ്റ്, അപ്പൊ ഞാനടുത്ത് ഹെഡ്സെറ്റും ഡയറിയായിട്ട് എന്നാ ബന്ധം? 2026 നിൽക്കുന്ന ആളും 2017 ഡയറിയുമായിട്ട് ഇത്തിരി വ്യത്യാസമുണ്ട്, കാലഘട്ടങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, ജയ എന്ന് പറയുന്ന അക്ഷരം ഞാൻ ആ ഡയറി കാണുന്നു. അതോടൊപ്പം തന്നെ ജൂൺ മാസം, സിസ്റ്റർ ജനിച്ചത് ജൂൺ മാസത്തില അല്ലേ? ജൂൺ 8-ാം തീയതി. ജൂൺ 8. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സിസ്റ്റർ, ആ ഡയറിയിൽ ജൂൺ മാസം കാണാൻ പറ്റുന്നുണ്ടോ? ഡയറി തുറക്കാവോ? ജൂൺ ഉണ്ട് ബ്രദറെ. എന്തേലും എഴുതിയിട്ടുണ്ടോ അവിടെ? കാണാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഏത് വചനം എഴുതിയേക്കുന്നത്? ഏത് വാക്യം? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഡയറി മൊത്തത്തില് വചനവും പ്രസംഗങ്ങളൊക്കെയാണ് എഴുതിയെടുത്തിരിക്കുന്നത്. അല്ല, ഈ ജൂൺ എന്ന് പറയുന്ന മാസം ഇട്ടേക്ക് ആ പേജിൽ എന്നെ എഴുതിയേക്കുന്നത്. മാസം 1 മുതൽ എന്തേലും എഴുതിയിട്ടുണ്ടോ ജൂൺ മാസത്തില്? എന്നെ എഴുതിയേക്കുന്നത് 1-ാം തീയതി എഴുതിയിരിക്കുന്നത് യഹോവ പ്രസാദമുള്ളത് ചെയ്തു എന്നാണ് 1-ാമത്തെ ജനിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹിസ്കിയാവിനോട് ഇരിക്കുവാനും കാരണം രാജാവ് ദൈവം, അങ്ങനെയാണ് വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് ലെസ്റ്ററെ, ഇപ്പം ജൂൺ മാസത്തിൽ എഴുതിയേക്കുന്ന ആ പേജിൽ അതായത് ആ പേജിൽ ജൂൺ എന്നുള്ളതിൽ പേജിൽ ആരംഭിച്ചിരിക്കുന്ന വചനം ഇപ്പൊ സിസ്റ്റർ വായിച്ചത് ഈ വാക്യമാണോ എസെക്കിയേലിന്റെ പുസ്തകത്തിലെ? അദ്ദേഹം എന്ത് വെച്ചിട്ട് നോക്കാം. 18
3-ാം അധ്യായത്തിൽ ഞാൻ പറയാൻ പോകുന്നത് സിസ്റ്ററെ, അതിലൊന്ന് കൈവെക്ക. ആ വചനം പോലെ, ആ വചനപ്രകാരം ഒരു വലിയ നന്മ തുറക്കാൻ വേണ്ടി പോവാന്നോട് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കൈവെച്ച് ആ വാക്യത്തില്. ഞാൻ അതുകൊണ്ടാണ് ജൂൺ മാസം തുറക്കാൻ പറഞ്ഞത്. ജൂൺ മാസത്തിൽ ജനിച്ചയാള് ജൂൺ മാസത്തിലെ ഡയറിയിലുള്ള പേപ്പർ അതിൽ കൈവെക്കാൻ വേണ്ടി പറയുന്നു. ജയെന്ന് പറയുന്ന അക്ഷരത്തിലാണ് ആരംഭിക്കുന്നത്. ആ വചനം ഒന്ന് ഉറക്കെ വായിക്കാൻ പറ്റുമോ സിസ്റ്ററെ? പറ്റുമോ? എടുക്കാൻ പറ്റുന്ന അത് പ്രസാദമുള്ളത് യഹോവ ബുക്കിൽ എഴുതിയിരിക്കുന്നതാണ്. കുഴപ്പമില്ല, വായിച്ചോ. അദ്ദേഹം അവസാനം ഇങ്ങനെ ചെയ്തു. ഹിസ്കിയാവിനെ പറ്റി പറയുന്നത് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. അപ്പോൾ ദൈവം രാജാവിനോട് ഇരിക്കുവാൻ കാരണം രാജാവ് ദൈവത്തിന് പ്രസാദമുള്ളത്. നമ്മൾ എല്ലാവരും ദൈവത്തെ പ്രസാദിപ്പാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ പല കാര്യങ്ങളും ദൈവത്തെ പ്രസംഗം വായിക്കണ്ട, രീതിയിലാണ്. സിസ്റ്റർ ഒരു മിനിറ്റ് മുഴുവൻ പ്രസംഗം വായിക്കണ്ട, പ്രസംഗം വേണ്ട. ഓക്കെ, പ്രസംഗം പറഞ്ഞത് പ്രസംഗം വായിക്കണ്ട. എനിക്ക് ആ വാക്യം കിട്ടാൻ വേണ്ടിയായിരുന്നു. ആ വചനം പോലെ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടാൻ വേണ്ടി പോവാണ്. എന്റെ ഉള്ളത്തിൽ പറയുന്നു അൺമെറിറ്റബിൾ ഫേവർ വെളിപ്പെടാൻ പോവാ. അൺമെറിറ്റബിൾ ഫേവർ, ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടാൻ വേണ്ടി പോവാ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഞാൻ അനുഗ്രഹിക്കുന്ന കൈ എടുത്ത് വെക്കാവാ. ജൂൺ മാസത്തിലെ വചനത്തില് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് റിലീസ് ചെയ്യുന്നു. അത്ഭുതം 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 റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. കർത്താവ് എത്ര വിശ്വസ്തൻ പ്രിയരെ, ദൈവം എത്രത്തോളം വിശ്വസ്തൻ. നിങ്ങൾക്കറിയാവോ, ഈ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഡെലിവറൻസിന് നിങ്ങൾ ഒരിക്കലും ശുശ്രൂഷകളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കർത്താവ് വചനം പറയാൻ വേണ്ടി മാത്രമല്ല നമ്മെ അയച്ചിരിക്കുന്നത്, വിടിവിക്കുവാനും കൂടെ വേണ്ടിയാണ്. അനേകരെ വിടിവിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരറിയിപ്പ് ഞാൻ പറഞ്ഞോട്ടെ. ജൂലൈ മാസം 25-ാം തീയതി, ഈ മാസം 25-ാം തീയതി UK നമ്മളിത് പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് നേരിട്ടുണ്ട്. സെയിം സ്ഥലത്ത് തന്നെയാണ്, ഈസ്റ്റ് ഹാം ടൗണിലാണ്. പക്ഷെ പലർക്കും കഴിഞ്ഞ പ്രാവശ്യം തെറ്റിപ്പോയി. ഈസ്റ്റ് ഹാം ടൗണിൽ നിന്നും അകത്തുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ആ അഡ്രസ്സ് ശ്രദ്ധിച്ചോണം. ലൈവിൽ കാണുന്നവരെ, ക്യാനിങ് ടൗൺ ലൈബ്രറിയാണ്. അതിൻ്റെ അകത്ത് ആ മാർക്കറ്റ് റോഡിൽ E16 1EH എന്നുള്ള അഡ്രസ്സാണ്. ശ്രദ്ധിച്ചോണം. UK നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, രോഗികളായിട്ടുള്ളവര്, തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവര്, തലമുറകൾ, ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഉന്തി തള്ളി വിടുക. കാരണം പരിശുദ്ധാത്മാവ് ഭയങ്കരമായ കാര്യങ്ങളെ ചെയ്യും. അസാധാരണമായ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് അതിലൊരു ഭാഗമാകുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഇവിടെ വേണം, പാഴാക്കല്ലേ. എൻ്റെ ഡ്യൂട്ടി നിന്നോടിത് പറയുക എന്നുള്ളതാണെന്ന് നിങ്ങൾ പറയണം. കർത്താവ് എന്നോട് ചോദിക്കും. അപ്പൊ ദൈവം തരുന്ന അവസരങ്ങളെ പാഴാക്കല്ലേ. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പറയാവോ, ഒറ്റ ആയുസേ ഉള്ളെന്ന് പറ. ഒരായുസേ നമുക്കുള്ളെന്ന് പറ. ജീവനിൽ വാഴണമെന്ന് പറ. അതിന് നമുക്ക് കർത്താവിലും ദൈവത്തിന്റെ അമിത ബലവും ആവശ്യമാണ്. എത്രത്തോളം കൂട്ടായ്മയിൽ ബലപ്പെടാവോ അത്രത്തോളം ബലപ്പെട്ടോണം. ഈ ലോകത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ജ്യോതിസുകളെ പോലെ ആയിത്തീരുന്നു പറഞ്ഞു. കണ്ടോ, ജ്യോതിസുകളെ പോലെ. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. കണ്ടോ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. അയൽവക്കത്തിൽ നാട്ടുകാർ പറയണം, നിങ്ങൾ താമസം മാറി പോകാൻ നിൽക്കുവാണെങ്കിൽ നാട്ടുകാർ തടയണം. യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ലാബാൻ കാലി പിടിക്കുക, യാക്കോബെ നീ പോകരുത്, നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു. ഈ ദൂത് പോലെ വചനം ഒന്ന് പിടിച്ച് എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടപ്പുറപ്പുകളും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും പറയും, നീ പോകരുതേ, നീ ഉള്ളതാണ് എൻ്റെ അനുഗ്രഹമെന്ന് എന്നെ പറ്റി പറയാൻ വേണ്ടി പോവാന്ന് പറ. അതേ വാക്കുകൾ എടുത്തു പറഞ്ഞ് എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും എൻ്റെ സഹോദരങ്ങളും നാട്ടുകാരും എല്ലാവരും എന്നെ പറ്റി പറയാൻ വേണ്ടി പോവാണ്. നീ നിമിത്തം പറ, ഞാൻ നിമിത്തമേ യഹോവ അവരെ അനുഗ്രഹിക്കുമെന്ന് പറ. അല്പനേരം നമുക്ക് അന്യഭാഷ പറയാം. Thank you, Holy Spirit. Thank you, Holy Spirit. പരിശുദ്ധാത്മാവിൽ അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കുക.
അത്ഭുതകരമായ ഡെലിവറൻസുകൾ വ്യാപരിക്കുക, അത്ഭുതകരമായ ദൈവപ്രവൃത്തി വ്യാപരിക്കുക. ആ കണ്ണുകളുടെ കാഴ്ച വർദ്ധിക്കുകയാണ്, കേൾവി വർദ്ധിക്കുകയാണ്, ആ ഊമർ സംസാരിക്കുകയാണ്, ആ മുടന്തുകൾ ഇപ്പോൾ ചാടി എണീക്കാൻ പോവാണ്. ആ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസുകൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ തീ കത്തുന്നല്ലോപ്പ. ഓ യേശുവേ, ഓ യേശുവേ, റഥോഫിനാല ഹസ്തരി റഥോഷിബീരി ഗസ്ബറ്റേലിയ റമ റമാസറ്റേലി ബഹൂശല റഥോഷ തഹൂഷ തഹോസ കറ്റേമ അർബീനിയ റഹോഫനാസ കെലാ റഗതേരിയാമ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, തീ കത്തുന്നല്ലോ. എൻ്റെ ഉള്ളത്തിൽ വീടിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൽ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. അയാളുടെ പേര് റിയാസ് എന്നാണ്. റിയാസിൻ്റെ അയൽവക്കമാണ് നിങ്ങൾ. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുക. ആരാണോ റിയാസിൻ്റെ അയൽവക്കം എന്ന കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഇന്ന് നിങ്ങളിലൂടെ ദൈവം അവരെ തൊടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ ഭവനത്തിൻ്റെ അടുത്തുള്ളത് ആരാണോ ഞാനിപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ് ആമേൻ പറഞ്ഞ് ദൈവികമായിട്ടുള്ള ആലോചനയെ ഏറ്റെടുത്തോണേ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആരുടെ വീടുമായിട്ടാണോ അത് ബന്ധപ്പെട്ടത്, ആരുമായിട്ടാണോ ഈ അയൽവക്കം കണക്ട് ചെയ്ത് നിൽക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മയാക്കി മാറ്റും. പറയാനുള്ളവരാണോ നീ മ്യൂട്ട് മാറ്റിയേക്കുന്നത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. എന്തോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നൊരു വീടാണ് റിയാസ്. അവരവിടുന്ന് സ്ഥലം വിറ്റ് ഒത്തിരി കടമൊക്കെ വന്നപ്പോ വാടകയ്ക്കാ താമസിക്കുന്നത്. ഓ യേശുവേ, ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ആദ്യം ഇവിടുന്ന് ഞങ്ങൾ മരമൊക്കെ വെട്ടിക്കൊടുത്തൊരു ചെറിയ ഷെഡൊക്കെ അവർക്ക് കെട്ടിക്കൊടുത്തതാ. ഇപ്പം ഒരുവിധം വീടൊക്കെ പണിതായിരുന്നു, പക്ഷെ ഒത്തിരി കടമായിട്ട് അത് വിറ്റ് ഇപ്പൊ വാടകയ്ക്കാ താമസിക്കുന്ന. അമ്മ വേറെ, മക്കൾ വേറെ, അങ്ങനെയൊക്കെ ആയിട്ട് താമസിക്കുന്നത്. സൗകര്യം ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്ന് ആ കുടുംബം തകരുവാൻ നിങ്ങളെ കർത്താവ് അവർക്ക് കണക്ട് ചെയ്തത് അവർ നശിക്കാൻ വേണ്ടിയല്ല, നിങ്ങളിലൂടെ കുടുംബം അവരെ അവകാശം പറഞ്ഞു പ്രാർത്ഥിക്കും. കർത്താവ് ഒരവസരം, കർത്താവിനെ സുവിശേഷവും ആ വിടുതലും പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ശക്തമായിട്ട് അവർക്ക് വേണ്ടി ദൈവം ഈ ആലോചന പോലെ ഞങ്ങളെ ചെയ്യും. ഇങ്ങനെ തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയുള്ള ബലം തരും കേട്ടോ, ബലം തരും. നന്ദി കർത്താവെ, ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ നമുക്കറിയത്തില്ല, നമ്മുടെ അയൽവക്കത്തിലുള്ളവരെ പോലും നേടുവാൻ പ്രിയരെ അവർ തകരുവാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. എന്നാൽ ഞാൻ എല്ലാ ദിവസവും എൻ്റെ അയൽവക്കത്ത് എല്ലാ ദിവസവും എൻ്റെ ഓർമ്മയിൽ വരുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ചുറ്റുമുള്ള ഭവനങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. കാര്യം നമ്മളെ ചുമ്മാതല്ല അവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത്. നിങ്ങൾക്കറിയാവോ, നമ്മൾ ഓർക്കും കർത്താവ് ഞാൻ എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്നാൽ, അല്ല, ദൈവം അവിടെ കൊണ്ട് നിങ്ങളെ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. അഭിഷേകമുള്ളവനെ ദൈവം എവിടെയും കൊണ്ട് ഇട്ടാൽ ദൈവം അറിയാതെയല്ല. ദാവീദിനെ അഭിഷേകം ചെയ്ത് കർത്താവ് കാട്ടിക്കൊണ്ടിട്ടു. സിംഹവേ, നിനക്കറിയത്തില്ല അഭിഷേകം എന്നാന്നുള്ളത്, നിനക്ക് തൊടാൻ കഴിയത്തില്ല. കരടിയെ, നിനക്ക് അറിയത്തില്ല അഭിഷേകമുള്ളവനെ നിനക്ക് തൊടാൻ കഴിയത്തില്ല. നിന്നെ കീറി മുറിക്കുന്ന ഒരു അഭിഷേകമാണ്. ഞാൻ കാട്ടിലാ കിടക്കുന്നെങ്കിൽ പോലും അഭിഷേകമുള്ളവൻ തന്നെയാണ്. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ദേശങ്ങളെ പിടിക്കും. മസൂഫറ്റ ഹാൽബിറ്റി വറ ഷമഫീനി ഹലോസൂഫ്ര കറ്റീബ സുഫാന റഥൂ ഷഥൂ 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 ഫന. മോൻസ് എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരും. മോൻസ്. ഈ മോൻസുമായിട്ട് മോൻസിന്റെ ഭവനം ഏതാ? എന്നാ മോൻസിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നോട് പറയുക. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഇന്ന് മോൻസുമായിട്ട് കണക്ട് ചെയ്ത ഭവനം ഏതാ? ഷലാഫ്സീറ്റു പറാഫീസ്. ഞാൻ ഈ മോൻസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെങ്ങളെയും കൂടെ കാണുന്നുണ്ട്. എൻ്റെ യേശുവേ, ഇന്ന് ആ ഭവനത്തിന് അങ്ങ് സഹായമായി നിൽക്കുന്നല്ലോ. മോൻസുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പോൾ. മോൻസ് എന്റെ അയൽവക്കത്തുള്ള ഒരു പയ്യനാ. അതിനൊരു പെങ്ങളൂടെ ഉണ്ട്. എന്റെ വീടിന്റെ മൂന്നാമത്തെ വീടാ. അവൻ പെങ്ങളും ഉണ്ട് ഈ മോൻസിന്. അതെ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുവാൻ ഇവരെ അഭിഷേകം ചെയ്യുന്നില്ല. അപ്പാ നിങ്ങൾ അനേകരെ
എന്റെ വീടിന്റെ അടുത്തുള്ള മോൻസിനുണ്ട്. പെങ്ങളുള്ളതാണോ മോൻസൺ? ഒരു പെങ്ങളും ഉണ്ട്, ഒരു അനിയനും ഉണ്ട്, കുക്കു. ഞാൻ പെങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. സൗണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് ഒരു പെങ്ങളുള്ളെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ വീടിന്റെ അടുത്ത് എന്റെ വീടിന്റെ അടുത്തായ ആ കൊച്ചിന് പെങ്ങള് മാത്രമേ ഉള്ളൂ, ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. പെങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ യേശുവേ, ഇന്ന് അവർക്ക് വേണ്ടി നമ്മളിൽ പകർന്നിരിക്കുന്ന ചില അഭിഷേകം കർത്താവ് അനേകരെ തൊടുവാൻ വേണ്ടിയുള്ളതാണ്. ഞാനിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ 17 1769 എന്നുള്ള നമ്പർ ആരാ ഉപയോഗിക്കുന്നത്? 1769 എന്നുള്ളത് ഈ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാ ഇന്ന് ഈ സൂമിലുള്ളത്? ഈ നമ്പർ എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. 1769. ലോർഡ് ജീസസ്, ഈ നമ്പരുമായിട്ട് എന്നാ കണക്ഷൻ? 1769 എൻ്റെ മനസ്സിലേക്ക് ആ നമ്പർ വരിക. അതൊരു വ്യക്തിയുമായിട്ട് കണക്റ്റ് ആയി കിടക്കുക. 1769. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അത്. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവ്, ഇന്ന് ആ ശരീരത്തിന്റെ മേൽ ഒരു അത്ഭുതം സംഭവിക്കുക. 1769 അല്ലേ? 1969. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ പ്ലാനുകളെ തകർക്കുന്നപ്പാ കർത്താവ് എന്നോട് പറയുന്ന ഒരു പ്രാർത്ഥനാ പോരാളിയാക്കി കർത്താവ് മാറ്റാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഒരു മണൽത്തരി വന്നിങ്ങനെ വീഴുന്നത് പോലൊരു ദർശനം ഞാൻ കാണുക. എന്നാൽ ആ മണൽത്തരികൾ വന്ന് വീഴുമ്പോൾ അതിങ്ങനെ തിളങ്ങുന്ന ഒന്നായി ശരീരത്തിലേക്ക് വീഴുന്നത് പോലെ ഒരു അഭിഷേകത്തിന്റെ ഒരു കാഴ്ച ഞാൻ കാണുക. യേശുവിന്റെ തിളക്കമുള്ള വെളിച്ചമുള്ള ഒരു കാഴ്ച ഞാൻ കാണുക. കർത്താവോട് പറയുന്ന അനേകരെ പ്രാർത്ഥിച്ച് വിടിവിക്കുന്ന വ്യക്തിയൊക്കെ കർത്താവ് മാറ്റാൻ വേണ്ടി പോവാ. ഞാനിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സഹോദരങ്ങളെ, രോഗികളായി ഭാരപ്പെടുന്നവരെ, മിറക്കിൾ മണി ആഗ്രഹിക്കുന്നവർ, മിറക്കിൾ മണി, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നവർ, എനിക്കിങ്ങനെ പോയാൽ പറ്റത്തില്ല. ബൈബിള് പറയുന്നത് ഞാൻ വായ്പ മേടിക്കത്തില്ല. എൻ്റെ അർത്ഥം, സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തട്ടിയും മുട്ടിയും പോകാൻ പറ്റും. എന്നാൽ വായ്പ മേടിക്കാതെ, അടുത്ത വാക്യം പറയുമ്പോൾ ഞെട്ടിപ്പോവും, വാരി വിതറി കൊടുക്കും. യേശുവിന്റെ നാമത്തിൽ നന്മയുണ്ടാവും. ഇന്ന് കർത്താവ് അനേകരെ തീക്കാട്ടുന്ന വലിച്ചെടുക്കുക, നശിക്കുന്ന ജനറേഷനെ തീക്കാട്ടുന്ന വലിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ഇന്ന് കർത്താവിന്റെ കൃപ ഇന്ന് പെരുകാൻ വേണ്ടി പോവാ. യേശുവേ, ദിവ്യസമാധാനത്താൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ, ദിവ്യസമാധാനത്താൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ, ദിവ്യസമാധാനത്താൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ. ഇന്ന് വേദനയുള്ളവരും രോഗികളും എല്ലാം ആ രോഗമുള്ള ഭാഗത്തുനിന്ന് കൈയെടുത്ത് വെക്കാവോ? ഒന്ന് കൈയെടുത്ത് വെക്കാവോ സഹോദരങ്ങളെ? ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ഇന്ന് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ ഇപ്പൊ പറയണ്ട. നിങ്ങൾ ഏത് വിഷയത്തിന്റെ മാനസികമായും ശാരീരികമായും, രണ്ട് രീതിയിലാണ്, ശാരീരികമായും മാനസികമായും ഭാരപ്പെടുന്നവരെ ഒരു നിമിഷം നമുക്ക് നാളെ ഇന്ത്യൻ സമയം 6:30 നമുക്ക് വുമൺസ് മീറ്റിംഗ് ഉണ്ട്. നാളെ നമുക്ക് ഈവനിങ് ചിലപ്പോൾ മീറ്റിംഗ് കാണത്തില്ല. നാളെ നമുക്ക് എന്താ പറയുന്നത്, വുമൺസ് മീറ്റിംഗ് ഉണ്ട്. അപ്പം 6:30 അതിൻ്റെ സെയിം ലിങ്ക് തന്നെയാണ്. 6:30 ആകുമ്പോൾ നമ്മുടെ സെയിം പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന സെയിം ലിങ്ക് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അതിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. വൈകിട്ട് നമുക്ക് നാളെ ഇന്ന് അതുകൊണ്ട് ഡെലിവറൻസ് പ്രെയർ ശരിക്കും പറഞ്ഞാൽ നാളെയായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് മാറ്റിയതിൻ്റെ കാരണം ചിലപ്പോൾ നാളെ പ്രാർത്ഥന കാണത്തില്ല. നാളെ നമുക്ക് വുമൺസ് മീറ്റിംഗേ ഉള്ളൂ. അപ്പം അതിൽ നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇന്ത്യൻ സമയം 6:30 എനിക്ക് വന്നല്ലേ? 6:30 കഴിഞ്ഞ പ്രാവശ്യം? അതെ, 6:30 ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 6:30 ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പങ്കുചേരുക. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ കർത്താവ് അവിടെ ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് പ്രവർത്തിക്കും. ഒരു നിമിഷം രോഗികളായിട്ട് ഭാരപ്പെടുന്നവരെല്ലാം കൈ എടുത്തു വെച്ച്, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച്, വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, കർത്താവെ, ഇന്ന് ചില സർജറികൾ മാറിപ്പോവാണ്.
സർജറി വേണ്ട. ഇനി ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരെ സ്വന്തം കൈയെടുത്ത് ബോട്ടിട്ട് വെച്ചിട്ട് പറയണം, എൻ്റെ ബ്ലഡിലെ കൗണ്ട് ഇനി ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞോണം യേശുവിൻ്റെ നാമത്തിൽ ഷുഗറും പ്രഷറും ഡയബറ്റിക്കും ഒക്കെ എൻ്റെ ജീവിതകാലം മുഴുവൻ നോർമലായിട്ടിരിക്കും. പുതിയൊരു പാൻക്രിയാസ്, പുതിയൊരു ഇൻസുലിൻ സിസ്റ്റം, പുതിയൊരു ബ്ലഡ് എനിക്ക് കർത്താവ് തരുക. പുതിയത് തന്നെ പിടിച്ചു, നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഇല്ല. കർത്താവായ യേശു നമുക്ക് വേണ്ടി മുറിവേറ്റത്. പ്രിയരെ, ഇന്ന് അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന കൈയെടുത്ത് വെച്ച് വേദനയുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം ഇന്നവിടെ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ തീ ഓരോരുത്തരുടെ മേൽ പതിയുക, വേദനകളുടെ മേൽ. ഇന്ന് ആ രോഗശക്തികൾ ഇറങ്ങുകയാണ് കേട്ടോ. ആ രോഗത്തിൻ്റെ ദുരാത്മാക്കൾ അലറി ഇറങ്ങുകയാ. യേശുവിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പിശാചിൻ്റെ മനസ്സിൽ നിൽക്കാൻ പറ്റത്തില്ല. നിന്റെ അന്തരീക്ഷങ്ങളെ മുഴുവൻ ഞങ്ങൾ ബന്ധിക്കുന്നപ്പ, പിശാചിൻ്റെ പ്രവൃത്തികളെ ബന്ധിക്കുന്നു, ദുഷ്ടപിശാചിൻ്റെ പ്രവൃത്തികളെ ബന്ധിക്കുന്നു, നിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന, രോഗങ്ങളെ അഴിക്കുന്നു, മാനസികമായിട്ടുള്ള രോഗങ്ങളെ അഴിക്കുന്നു, ടെൻഷനുകളെ അഴിക്കുന്നു, ഡിപ്രഷനുകളെ അഴിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സാമ്പത്തിക കുരുക്കുകളെ അഴിക്കുന്നു. കർത്താവ് ഇപ്പോൾ തന്നെ ശരീരത്തിൻ്റെ മേൽ, ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ, കണ്ണിൻ്റെ മേൽ, ജീസസിനെയും തീ കത്തുക, തീ കത്തുക, തീ കത്തുക. ആത്മാവിൻ്റെ തീ അവിടെ കത്തുക, ആത്മാവിൻ്റെ തീ കത്തുക. ലോർഡ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് പവർ. ശരീരത്തിലേക്ക് ഭയങ്കരമായ ഒരു ശക്തി അങ്ങോട്ട് വ്യാപരിക്കുക, ഒരു ദൈവശക്തിയുടെ വ്യാപാരം. ആ വേദനകൾ വേരോടെ പിഴുതു മാറുക, ഒരു തരി പോലും വേദനയില്ലാതെ പൂർണ്ണ സൗഖ്യമാകുക, പൂർണ്ണ സൗഖ്യമാകുക, പുതിയ ഞരമ്പ്, പുതിയ അസ്ഥി, പുതിയ ആന്തരിക അവയവം യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞാൽ ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കാനുണ്ടാവും. സൗഖ്യമാക്കി നന്ദി കർത്താവെ, സൗഖ്യമാക്കി. കുറച്ച് നേരം രോഗികളെന്ന് പറഞ്ഞ് കർത്താവിന് സൗഖ്യം തന്ന കൃപയ്ക്ക് നന്ദി, സൗഖ്യം തന്ന കൃപയ്ക്ക് നന്ദി, സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി, എന്നെ തൊട്ട കൃപയ്ക്ക് നന്ദി, എന്നെ വിടിവിച്ച കൃപയ്ക്ക് നന്ദി, എന്നെ അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പെട്ടെന്ന് ചെക്ക് ചെയ്ത് ആ കൈ എടുത്തിട്ട് വേഗത്തിൽ ചാടി മറിഞ്ഞ് തിരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേഗത്തിൽ ചെക്ക് ചെയ്ത് ശരീരത്തിൻ്റെ അകത്തൊരു മാറ്റമുണ്ടെന്ന് പറയുന്ന വ്യക്തികൾ, അവർ മാത്രം സാക്ഷ്യമുള്ളവർ ഒന്ന് മ്യൂട്ട് മാറ്റാവോ? അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. എൻ്റെ ശരീരത്തിൽ എനിക്കൊരു പൂർണ്ണ വിടുതൽ അനുഭവിക്കുന്നു എന്ന് പറയുന്ന സഹോദരങ്ങൾ മാത്രം, അവർ മാത്രം, ആലോചന ഇടപെടുന്നവരും സാക്ഷ്യമുള്ളവരും മാത്രം ഈ സമയത്തൊന്ന് മ്യൂട്ട് മാറ്റാവോ? ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ലോർഡ് ജീസസ്. മറ്റാരുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവിന്റെ തിരുസന്നിധിയിൽ പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞോട്ടെ. അങ്ങനെ മിണ്ടാതിരിക്കുവായിരുന്നു നിങ്ങൾ എല്ലാരും. ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ഫ്രൈഡേ ബ്രദർ ആലോചന പറഞ്ഞിരുന്നു. ഒരു സഹോദരി, ജൂലൈ മാസത്തിൽ ജനിച്ച ഒരു സഹോദരി തുണി തയ്ക്കുന്ന തുണി തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുടെ തലമുറയെ കുറിച്ച് വളരെയധികം വ്യാകുലപ്പെടുന്നുണ്ട്. അതിന് വ്യാകുലപ്പെടണ്ട, അത് സാക്ഷ്യമായി തീരുമെന്നുള്ളൊരു ആലോചന പറഞ്ഞിരുന്നു. ഈ പ്രാർത്ഥനാ സമയത്ത് ഞാൻ ഇല്ല, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേൾക്കുന്നത്. പ്രാർത്ഥനാ സമയത്ത് ഞാൻ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. അപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് കേൾക്കുന്നത്. ഞാൻ തയ്യക്കാരി അല്ല, പക്ഷെ ഞാൻ തയ്ക്കും. അങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ തന്നെ അങ്ങ് അതിശയിച്ചു പോയി. ഞാൻ അങ്ങ് ചിരിച്ചു പോയി. കർത്താവേ, എൻ്റെ കർത്താവ് എന്തെല്ലാം അറിയുന്നു എന്ന്. ഞാൻ ജൂലൈ മാസം ജനിച്ചതാണ്. ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആലോചന വചനം കേട്ടുകൊണ്ടാണ് ഞാനിത് തയ്ച്ചത്. അപ്പോൾ ഇത് കേട്ടു, ഞാൻ ഏറ്റെടുത്തു. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഈ നാളുകളിൽ ഭാരപ്പെടുന്നൊരു വിഷയമുണ്ടായിരുന്നു. ആലോചന പറയുന്നതിന്റെ തലേന്ന് മോളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോഴൊരു കൺഫർമേഷൻ ആയിരുന്നു, കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു എന്നുള്ള, സാക്ഷ്യമാകും എന്നുള്ള ഒരു ആലോചന ബ്രദർ
കൂടി കർത്താവ് എന്നെ കേൾപ്പിച്ചു. അത് ഞാൻ ഏറ്റെടുത്തു. ഇന്ന് ദൈവത്തിന്റെ നിവൃത്തീകരണം അത് കാണുവാൻ സാധിച്ചു. കഴിഞ്ഞ ഫ്രൈഡേ ആണ് ഈ ആലോചന വെളിപ്പെട്ടത്. ഇന്ന് മോൾക്ക് അതിന്റെ ഓഫർ ലെറ്റർ കിട്ടി. എന്റെ ദൈവത്തിന് 1000 നന്ദി കർത്താവ്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ കേട്ടപ്പം ചിരിച്ചുപോയി. കാരണം വെച്ചാൽ അത്രത്തോളം നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ആലോചനയായിരുന്നു. ആ കർത്താവ് ഇടപെട്ടതുപോലെ തന്നെ സഹോദരി പറഞ്ഞു, അന്ന് ആ പറഞ്ഞതുപോലെ തലമുറയുമായി ബന്ധപ്പെട്ട സിസ്റ്ററെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വിഷയത്തെ കർത്താവ് തൊടുവാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഓഫർ ലെറ്റർ അവിടെ കിട്ടി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് വിശ്വസ്തൻ, ദൈവം വാക്ക് മാറാത്തത്. അത് നല്ല ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ തന്നെ കർത്താവ് ഒരുക്കി. അത് അവർക്ക് വലിയ സാക്ഷ്യങ്ങൾ, അനേകരുടെ മാസീവ് ടെസ്റ്റിമണി ഈസ് ഗോയിങ് ടു കം എന്നും പറഞ്ഞ് മെർലിൻ, നീ അതിശയിക്കത്തക്ക രീതിയിൽ കർത്താവ് നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നു. നമ്മൾ ദുബൈയുടെ പ്രദേശത്താണ്. കർത്താവളെ ധാരാളമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ബ്രദർ എപ്പോഴും പറയുന്നത് പോലെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ദേശത്ത് കർത്താവിന്റെ വേലയോടി ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ ഓരോ ദേശത്താക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് കുഞ്ഞിനെ അവിടെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ബ്രദർ ഇന്നലെ ഒരു ആലോചന പറഞ്ഞിരുന്നു. ഞാൻ ഡ്യൂട്ടി ആയിരുന്നു. ഇന്ന് ഞാൻ രാവിലെ കേട്ടപ്പോൾ, അതായത് 7 സെന്റ് സ്ഥലം, 7 സെന്റ് സ്ഥലത്തിൽ ജോർജ് എന്ന് പറയുന്ന ഒരാളുടെ കുടുംബത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നു, ഒരു പ്രതിസന്ധികൾ മാറാൻ പോകുന്നു എന്ന് എൻ്റെ പപ്പായും അമ്മയും താമസിക്കുന്ന ഒരു 7 സെന്റ് സ്ഥലത്താണ്. എൻ്റെ പപ്പയുടെ പേര് ജോർജ് എന്നാണ്. ആ ആലോചനയും ഞാൻ ഏറ്റെടുക്കുന്നു. കർത്താവ് എത്രത്തോളം വിശ്വസ്ത, ദൈവം എല്ലാം അറിയുന്ന പ്രിയരെ. കർത്താവ് അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ ആലോചനയുമായി ബന്ധപ്പെട്ടവര്? അത്ഭുതം സാക്ഷ്യങ്ങളുള്ളവര്? അല്ല ബ്രദറെ, എനിക്ക് കാലുമുട്ട് ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് ഇരിക്കാൻ പോലും വയ്യാതെ പിന്നെ ഞാൻ കിടന്നാണ് പ്രാർത്ഥിച്ചത്. എന്റെ യേശുപ്പൻ എനിക്ക് കാലുമുട്ട് വേദന സൗഖ്യം തന്നു. കണ്ടോ, കർത്താവ് അങ്ങ് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് മഹത്വം. എൻ്റെ മോൻ്റെ ഭാര്യ മോള് ഇന്ന് മോൻ്റെ അടുത്ത് ദുബായിൽ പോകാനായിട്ട് പോകുന്നത്. വെളുപ്പിന് 4 മണിക്കാണ് ഫ്ലൈറ്റ്. എൻ്റെ പ്രാർത്ഥന വിഷയമായിരുന്നു. അവൾക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മോൻ്റെ അടുത്ത് ദുബായിൽ തന്നെ മോൻ്റെ അടുത്ത് ഷാർജയിൽ മോള് പോകണം, അവിടെ ജോലി ശരിയാവണമെന്നും അന്ന് പ്രാർത്ഥിച്ചിരുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടു. ഇന്ന് മോള് യാത്രയിലാണ്. അപ്പം മോൻ്റെ അടുത്ത് എന്നിട്ട് അവിടെ സ്ഥിരമായ ജോലി കിട്ടുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് യേശുവിന് സാക്ഷ്യം പറയാനിടയാക്കുമെന്ന് ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞില്ലേ, കേട്ടില്ല. മൂക്കുമായിട്ട് ഇന്നലെ പറഞ്ഞില്ലേ, മൂക്കുമായിട്ട് അസുഖമുള്ളവര് മൂക്ക് ബന്ധപ്പെട്ട് ഞാൻ എന്നും രാത്രി ഒരു 2-3 പ്രാവശ്യം മൂക്കടച്ചിട്ട് ശ്വാസം മുട്ടൽ പോലെ തോന്നിയിട്ട് എഴുന്നേറ്റിരുന്ന് ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ കിടക്കുന്നത്. പിന്നെ ഇടയ്ക്ക് വിക്സ് എടുത്ത് മൂക്കി തൂക്കും. ഇന്നലെ രാത്രി എഴുന്നേറ്റ് ഉണർന്നെങ്കിലും ഒരൊറ്റ പ്രാവശ്യം പോലും മൂക്കടച്ചില്ല. എന്റെ യേശു, അതായത് എല്ലാ ദിവസവും എങ്ങനെയായിരുന്നു ഈ വിക്സ് പൂത്ത് കിടക്കുമായിരുന്നു അല്ലേ? എല്ലാ ദിവസവും ഇങ്ങനെയാ. 2-3 പ്രാവശ്യം പിന്നെ മൂക്കടച്ച് ഇങ്ങനെ ഒരുമാതിരി ശ്വാസം മുട്ടൽ പോലെ വന്ന് എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ ബാത്റൂമിലും ഒക്കെ പോയിട്ട് വന്ന് കിടക്കുന്നത്. പിന്നെ അന്നേരം വിക്സ് എടുത്ത് തൂക്കും, അല്ലെ ആക്സോയിൽ എടുത്ത് ഒരു തുണിയെ മുക്കി വലിക്കും. അങ്ങനെയൊക്കെ ചെയ്തോണ്ടാണ് എപ്പോഴും കിടക്കുന്നത്. അതൊന്നും ഇല്ലായിരുന്നു ഇന്നലെ. എത്ര നാള് സിസ്റ്റർ അങ്ങനെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു? എത്ര നാള് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ? കാലം തൊട്ടുള്ളതായത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതായിരുന്നു. എന്നാലും ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു വർഷം പറയാൻ നിങ്ങൾ കേട്ട ഇതൊരു സാക്ഷ്യമാണ്. സഹോദരി പറഞ്ഞു 5-6 വർഷമായിട്ട് എല്ലാ ദിവസവും ഉറക്കത്തിൽ എണീറ്റ് വിക്സ് തൂക്കും, മൂക്കടപ്പും ശ്വാസം മുട്ടലുമായിരുന്നു. ഇന്നലെ പരിശുദ്ധാത്മാവ് പറഞ്ഞു മൂക്ക് സംബന്ധമായിട്ടുള്ള വ്യക്തികളുടെ മേൽ സൗഖ്യം നടക്കുമെന്ന് പറഞ്ഞു. സഹോദരി ഏറ്റെടുത്തു. ഇന്നലെ മുതൽ അങ്ങനെ ഒരു അസ്വസ്ഥതയില്ല, ശ്വാസം മുട്ടലില്ല, വിക്സ് തൂത്തില്ല, സുഖമായി ഉറങ്ങിയോ സിസ്റ്റർ ഇന്നലെ? കണ്ടോ, കർത്താവ് അങ്ങ് വിശ്വസ്തൻ. ദൈവം അത്ഭുതങ്ങൾക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു സിസ്റ്റർ. മിനിയാന്ന് പാസ്റ്റർ പറഞ്ഞ ഒരു മോളി, ഒരു മാത്യു, പിന്നെ ഏപ്രിൽ മാസം
മാർച്ച് ഏപ്രിലായിട്ട് ബന്ധമുള്ള ഒരു കുടുംബാന്ന് പറഞ്ഞു. അത് എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ പാസ്റ്ററോട് പറയാതിരുന്നത് അവര് ഏപ്രിലും മെയ്യും ആയിട്ട് ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഏപ്രിൽ മാസത്തിലെ അവരുടെ കല്യാണം നടന്ന സമയം ഏപ്രില്, മെയ്യില് കൊച്ചു ജനിച്ചത്, അവരുടെ മോള് ജനിച്ചത്. കർത്താവ് വിശ്വസ്തൻ. ദൈവം ഓരോ കാര്യം വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ കൺഫർമേഷൻ ദൈവം തരുന്നുണ്ട്. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. അനേകർക്കൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ. മുമ്പ് ഒരു ആലോചന പറഞ്ഞില്ല, കൈലാസ് എന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ് കൈലാസ്. ഒരു മറിയപ്പള്ളിയില് താമസിക്കുന്നത്. ഞാനിവിടെ ചേർപ്പങ്കലാണ്. എന്ന് എന്റെ ഉള്ളത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവം നിങ്ങളിലൂടെ കർത്താവ് തൊടാൻ വേണ്ടി. ഏതാ? അവന്റെ ചേട്ടനുണ്ടായിരുന്നു, അവൻ വെള്ളത്തിൽ പോയി മരിച്ചതാണ്. പിന്നെ അവർ 2 ആൺപിള്ളേരാണ്. ആണല്ലേ? ഇനി ഇത് മാത്രമേ ഉള്ളൂ ഇനി. ദൈവം തൊടും കേട്ടോ. എന്റെ രാവിലെ ഇപ്പൊ പറഞ്ഞില്ലേ കമല എന്ന് പറഞ്ഞത് അമ്മയാണ്. മാർച്ച് മാസമായിട്ട് ബന്ധപ്പെട്ടത് ഞാനാണ്. ഏറ്റെടുത്തു. കർത്താവ് അത് സാക്ഷ്യമാക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. പറഞ്ഞോ. ബ്രദറെ, ഞാന് കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ വിളിക്കണമെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. ബ്രദറെ, എനിക്ക് യൂറിയൻ ബ്ലാഡർ താന്നിട്ട് യൂറിയൻ പോകുന്നതിന് ഒരു 6-7 മാസമായിട്ട് യൂറിയൻ ട്യൂബ് ഇട്ടായിരിക്കാണ്. യൂറിയൻ ബാഗ് ഇട്ടുകൊണ്ടാണ് നടപ്പൊക്കെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ, അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ വിളിച്ചത്. കർത്താവെ, ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൈയെടുത്ത് വെച്ച് ആ യൂറിൻ ബ്ലാഡറിനെ ഞങ്ങൾ കൽപ്പിക്കുന്നു. കള്ളപിശാച് നിന്റെ സകല പ്രവർത്തികളെ ഞങ്ങൾ ഇപ്പോൾ വെട്ടിക്കളയുന്നു. ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ പദ്ധതി, പ്രിയമകള് സൗഖ്യമായി ലോകം മുഴുവൻ പോയി യേശുവിന്റെ സാക്ഷിയാകുന്നത്. അതിന് വിരോധമായി ഇട്ടിരിക്കുന്ന രോഗമേ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്ന ഇറങ്ങുക, ശരീരം വിട്ടു. ആ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന രോഗാത്മാവെ വിട്ടുപോകുക. പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പെട്ടെന്ന് പറഞ്ഞ സാക്ഷ്യമുള്ളവരെ. ഹലോ ബ്രദറെ, എന്തോ ഒരു സാക്ഷിയുണ്ട് പറയാം. പെട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഞാൻ ഈ ഒരു സ്ഥാപനത്തിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ കർത്താവ് എനിക്ക് ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടായി തരണേന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തോണ്ട് പോവായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 6 മാസമായി അങ്ങനെ അതിലേക്ക് കടന്നു പോകുമ്പോ പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ ഒരു സാധ്യത ഇല്ലായിരുന്ന സമയത്ത് എനിക്കിപ്പോ അവിടെ ഒരു ഒഴിവില് എനിക്ക് എന്നെ കേറാനായിട്ട് അനുവദിച്ചു. കണ്ടോ കർത്താവ്. ദൈവമക്കളെ, നിങ്ങളുടെ നാവിന്റെ മേൽ ജീവനും മരണവും ഉള്ളതിന്റെ തെളിവാണ് സഹോദരി. അതിലെ കർത്താവ് ജോലിക്ക് ഒരു പോസ്റ്റിനെ അവിടെ ഉണ്ടാക്കി തരണേന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. കർത്താവ് എന്ത് ചെയ്തു? പ്രിയമകൾ പറഞ്ഞ പോലെ തന്നെ അവിടെ തന്നെ അങ്ങനെ ഒരു പോസ്റ്റിനെ ദൈവം നിർമ്മിച്ചു കൊടുത്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. നാവിന്റെ മേലുള്ള അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങള് തൊടുപുഴ മീറ്റിംഗിൽ ബ്രദർ വന്നായിരുന്നു. അപ്പൊ എന്നോടൊരു ആലോചന പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ മോന്റെ കാര്യത്തിന് വേണ്ടിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. PR ഇല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു വെച്ച്. അപ്പൊ ഞാൻ അങ്ങനെ ബ്രദറിനോട് പറഞ്ഞപ്പോ ആ ബ്രദർ അറിയാം, അഡ്ജസ്റ്റ് പരിചയപ്പെടുത്തിയ കണ്ടയിലുള്ള ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞ മോനുണ്ടല്ലോ, അവന്റെ അമ്മയാണ്. അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന് പല പ്രാവശ്യം ബ്രദറിനെ വിളിച്ചു. പക്ഷെ ഒന്നും അവന് ഉദ്ദേശിച്ച പോലെ വ്യക്തമായ ആലോചന അവനോട് പറയാത്തോണ്ട് അവൻ അറിയാമായിരുന്നു. പക്ഷെ ബ്രദർ ഒന്ന് പറഞ്ഞു, ഒരു എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു മാത്രമേ പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇവൻ വേറെ ഒരു പ്രോവിൻസിലേക്ക് പോയി, മാനിറ്റോവ എന്ന് പറഞ്ഞ പ്രോവിൻസിലേക്ക് പോയി. പക്ഷേങ്കില് അവിടെ അല്ലായിരുന്നു, പിന്നെ മാരത്തോൺ എന്ന സ്ഥലത്ത്. ബ്രദർ പറഞ്ഞത് മാരത്തോൺ എന്ന് മാത്രമേ പറഞ്ഞോളൂ. പക്ഷെ ഇവൻ മാനിറ്റോവയ്ക്ക് പോയെങ്കിലും ഇവനെ തിരിച്ച് മാരത്തോണിലേക്ക് വരാനിടയായി. അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ PR ഒന്നും ആയിട്ടില്ലാത്തോണ്ട് അവൻ സാക്ഷ്യം പറയാതിരുന്നു. പക്ഷെ ബ്രദർ പറഞ്ഞ ആ എന്ന സ്ഥലത്ത് അവനെ
കൊണ്ടുപോയി. പക്ഷെ PR ന്റെ വിഷയത്തിൽ ഒന്നും ആയിട്ടില്ല. എങ്കിലും ബ്രദർ പറഞ്ഞ അന്നത്തെ സ്ഥലം മാരത്തോൺ ആയിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. അവൻ അവിടെ എത്തിപ്പെട്ടു, പക്ഷെ ഒന്നും ആയിട്ടില്ല. അതും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്. അവൻ എത്തിപ്പെട്ടെങ്കിൽ സിസ്റ്ററെ തീർച്ചയായിട്ടും ഉറപ്പിച്ചു. അവനെ ദൈവം അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ ഒരു വാഗ്ദത്തമുണ്ട്. അത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പറഞ്ഞു. ഇന്നലെ പറഞ്ഞ ആലോചന ഉണ്ടല്ലോ ഒരു റാമിനെ പറ്റി. അപ്പൊ ബ്രദർ പറഞ്ഞായിരുന്നു പാലത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാനപ്പൊ ഇന്ന് ആ കുട്ടീനെ കണ്ട് അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോ ഞാൻ ഇതെല്ലാം പറഞ്ഞു. അപ്പൊ പാലത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അവർ വേളാങ്കണ്ണി പോയായിരുന്നു കഴിഞ്ഞ ആഴ്ച. പാലത്തിന്റെ അടുത്ത് അപ്പൊ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ മറ്റേ ആ സ്റ്റാച്യുവിന്റെ അതിന്റെ മുന്നിൽ ഇങ്ങനെ ബ്ലസ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അവര് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ബൈബിള് ഇങ്ങനെ എല്ലാം ഞാൻ അങ്ങനത്തെ കൂടെ ഒക്കെ പറഞ്ഞു. പിന്നെ ബൈബിള് വേണോന്ന് അവള് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഊമൻ സംസാരിക്കും ചെകിടൻ കേൾക്കും എന്നൊക്കെ പറഞ്ഞ് ബൈബിളിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ബൈബിള് വേണോന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അവർക്ക് പറ, അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവല്ലോ അല്ലേ? എല്ലാം അറിയാം. അവർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. എന്തായാലും എല്ലാ ദിവസവും വചനത്തിൽ കേൾക്കാൻ പറയണം. നമ്മൾ അയച്ചു കൊടുക്കുക. അവരുടെ ഹൃദയത്തെ ദൈവം തുറക്കും കേട്ടോ. ദൈവം അവരെ കൂട്ടായ്മയിൽ ബലപ്പെടാൻ ദൈവം സഹായിക്കും. അത് ഈ റാമെന്ന് പറയുന്ന ആളിന് ഈ ദൈവവിശ്വാസം ഒന്നും ഉള്ളതല്ല. കുഴപ്പമില്ല. എന്നാലും വൈഫിന് അയച്ചു കൊടുക്കുക കേട്ടോ. കർത്താവ് എന്തായാലും ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞു. ഞാൻ പറഞ്ഞു. ദൈവം വളരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ പറയുന്ന ഓരോ ദിവസത്തെ വചനവും ഞാനിപ്പോ ഒരു മാസമായിട്ട് സഭയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ പറഞ്ഞു തരുന്ന വചനം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിലായിരിക്കുന്നവർക്കെല്ലാം ഒരു ഇരട്ടി വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിന് ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു ദൈവത്തിന്റെ നാമത്തിൽ. ആമേൻ. കർത്താവിന് എല്ലാ മഹത്വം. ദൈവം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നല്ലോ. മഹത്വം എല്ലാം കർത്താവിനുള്ളത്. ഗോഡ് ബ്ലസ് യു. ഇനി അനേകർക്ക് പ്രയോജനപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ഇന്നലെ ആ മൂക്കിന്റെ കാര്യത്തെ പറ്റി, മൂക്കിന്റെ പാലത്തിന് വളവ് മൂലം ശ്വാസം മുട്ടലുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ബ്രദറെ. എന്റെ ഇളയ മോന്റെ മൂക്കിന്റെ പാലത്തിന് വളവും നല്ല ഇടയ്ക്കിടയ്ക്കുള്ള ശ്വാസം മുട്ടലും ഉണ്ട്. ഇപ്പോഴും അതുണ്ട്. അവന് അടുത്ത മാസം നേഴ്സിംഗ് പഠിക്കാനായിട്ട് 2 മാസം മുമ്പ് പോകുന്നുണ്ട്. അതിനു മുന്നേ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടൽ ഉണ്ടാകാറുണ്ട്. ഇവനോട് ഞാൻ ചോദിച്ചു, അന്നേരം പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവന്റെ മൂക്കിലൊന്ന് കൈ തൊടാം, ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് ഞങ്ങൾ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ തിരുമുറിവിനാൽ അത്ഭുത സൗഖ്യം. ആ മൂക്കിന്റെ പാലം, അതിന്റെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണ സൗഖ്യം കൽപ്പിക്കുന്നപ്പോ അത്ഭുതത്തെ കൽപ്പിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അത് വിടിവിച്ചിരിക്കുന്നു കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു. എന്റെ അങ്ങയുടെ മോളുടെ കൊച്ച് ഒരു 4 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു പെൻസിൽ മെഴുകി. എന്നിട്ട് കട്ടപ്പനയിലാണ് അവരുടെ വീട്. അപ്പൊ അവര് പറഞ്ഞു, അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അവിടെ എടുക്കത്തില്ല, പാലാക്കി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു 91 സങ്കീർത്തനം 91 പറഞ്ഞുകൊണ്ട് അവിടെ വരെ പൊക്കോളാൻ പറഞ്ഞു. അത് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം അത് ഇവര് നോക്കിയപ്പോൾ ലങ്സിന് ക്രോസ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അത് ഇറങ്ങി പോകാൻ ഒരു വഴിയില്ല. അപ്പം കൊണ്ടുപോകാൻ പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ അത് വയറ്റിലേക്ക് ഇറങ്ങി. അത് പിന്നെ ഇന്ന് രാവിലെ അത് പോയി പറഞ്ഞു വയറ്റിൽ. ഓ കർത്താവെ, അങ്ങ് വിടിവിച്ച വലിയൊരു മരണം മാറിപ്പോയല്ലോ കർത്താവെ. അങ്ങോട്ട് തൊട്ടത് കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനി അനേകരെ പ്രയോജനപ്പെടുത്തട്ടെ, വചനം പറഞ്ഞ് ബലപ്പെടുത്താൻ സഹായിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. നമ്മളൊരാളുടെ ജീവിതത്തിൽ മരണത്തെയാണ് നിങ്ങൾ എപ്പോഴും ഓർത്തണം. നമ്മുടെ അകത്ത് കർത്താവ് അനേകരെ വിടിവിക്കുവാൻ കണ്ടതാണ്. ഇനിയും പ്രയോജനപ്പെടും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എന്തോ? ഇന്നലെ എന്റെ മോള് ഇവിടെ സ്കൂളിൽ പോയിട്ട് ഒരു ബസ്സിന്റെ മുന്നേ ചാടി. അവള് ജീവിക്കണ്ടെന്ന് പറഞ്ഞു മരിക്കാനായിട്ട്. നോക്കിയപ്പോ
അവളുടെ കൂടെ മുമ്പേ പഠിച്ചൊരു കുട്ടി അവളെ കൊണ്ട് അവളെ വീട്ടിലാക്കി. എൻ്റെ വീട്ടിൽ നിന്നാണ് സ്കൂളിൽ പോകുന്നത്. പിന്നെ എൻ്റെ തിരുവനന്തപുരത്ത് മീറ്റിംഗ് വന്നപ്പോൾ എൻ്റെ മോൾ അവിടെ തറയിൽ കിടന്ന കൂരുണ്ട്. എൻ്റെ യേശുപ്പം സൗഖ്യം കൊടുത്ത് അവൾക്കിപ്പോൾ സുഖമായിട്ട് ഉറക്കമുണ്ട്. ഈ കുട്ടിക്ക് ഉറക്കമില്ല. എൻ്റെ അടുത്താണ് കിടക്കുന്നത് അവൾ. ഇപ്പോൾ ഈ 1.5 മാസം കൊണ്ട്. അപ്പോൾ പറയണ അവൾക്ക് ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് മോള് ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വിഷാദ രോഗം കൂടി നിൽക്കുകയാണ്, ഈ കുട്ടിയെ മാനസികമായിട്ട് ഒന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് അവളിപ്പോൾ വീട്ടിൽ അവൾ അമ്മയുടെ അടുത്ത് പോയി. അമ്മാമ്മയുടെ അടുത്ത് നിന്നാണ് പഠിക്കണമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്ന് നിന്നത്. ഇപ്പോഴേ അവൾ ഭയങ്കര സിസ്റ്ററെ വിഷമത്തിലാണ്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കൈവച്ച് ആ വിഷാദ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണേ. അവിടെ അത് രോഗമല്ല, രോഗ ആത്മാവാ കേട്ടോ. അതിനെ കൽപ്പിച്ച് പുറത്തായിക്കോണം. ലൂക്കോസ് 10:19 പറഞ്ഞ് കൽപ്പിച്ചാൽ മതി, അത് വിട്ട് ഇറങ്ങിപ്പോക്കോളും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? നമുക്ക് സമയം ഒത്തിരി മുന്നോട്ട് പോയി. മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥന വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റു പറയാം. ഇപ്പൊ നാളെ നമുക്ക് വുമൻസ് മീറ്റിംഗ് ഉണ്ട്. രാത്രിയിൽ 6:30 നമുക്ക് നാളെ മീറ്റിംഗ് ഇല്ല, വുമൻസ് മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അനേകർക്ക് ഇതൊരു പ്രയോജനമായി തീരട്ടെ, അനേകർക്കൊരു അനുഗ്രഹമായി തീരും. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് തന്നെ ഉപയോഗിക്കും. കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലെസ് ചെയ്തു. പ്രത്യേകിച്ച് നമുക്ക് പത്തനംതിട്ടയിൽ പ്രയർ സ്റ്റേഷൻ പ്രയർ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. വരും ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ നമുക്ക് ഈ UK മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു സമയം പത്തനംതിട്ട ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ പ്രയർ സ്റ്റേഷൻ നടന്ന ഓരോ പട്ടണത്തിലെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം വീണ്ടും നമുക്ക് എല്ലാ പ്രാർത്ഥനകളും ശക്തിപ്പെടണം. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാണ് ഓരോ പട്ടണത്തിലും അതിൻ്റെ മുൻനിരയിലേക്ക് നിൽക്കുവാൻ കർത്താവ് സഹോദരി സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. കാരണം നമുക്കിത് തുടർച്ചയായിട്ട് പോകണം. ഒരു പ്രാർത്ഥന തുടർച്ചയായിട്ട് പോകുമ്പോഴാണ് ദേശത്തിൻ്റെ അകത്ത് അനേകരെ അത് തൊടുവാനും അനേകരിലേക്ക് അത് വരുവാനും എത്തിപ്പെടാനും കഴിയത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മുൻനിരയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കൃപാവരങ്ങൾ ജ്വലിക്കേണ്ടതിനും അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടേണ്ടതിനും ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. എല്ലാ മാസവും നിങ്ങൾ നന്മ കിട്ടുമ്പോൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു തുക നിങ്ങൾ മാറ്റിവെക്കണം. നിർബന്ധമല്ല കേട്ടോ, അവനവന് ഹൃദയത്തിൽ തോന്നുന്നത് വിതയ്ക്കട്ടെ എന്ന്. പക്ഷെ വിതയ്ക്കുക എന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. അതാരൊക്കെ തർക്കിച്ചാലും ആരൊക്കെ എതിർത്താലും എത്ര പരിഹസിച്ചാലും സുവിശേഷം അനേകരിലേക്ക് എത്തുവാൻ നമ്മുടെ വിത ദൈവത്തെ ഉപയോഗിക്കും. ദൈവത്തിന് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പകരം നമ്മുടെ വിതയെ ദൈവം അനുഗ്രഹിക്കുന്നു. കാര്യം ഇത് ദൈവം തന്നതല്ലേ, ദൈവം തന്ന ആരോഗ്യത്തിലല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത്, ദൈവം തന്ന നന്മയിലല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത്. അനേകർക്ക് ഉണ്ടാകും. ഞാൻ വിതച്ച മക്കളെ അനുഗ്രഹിക്കും. അപ്പോൾ അവരുടെ ജോലിയിൽ നിന്ന് അവർക്ക് ലഭിച്ച ഓഹരികൾ കർത്താവ് അവർ വിതയ്ക്കുമ്പോൾ അവരുടെ ദശാംശങ്ങളെ അവർ തരുമ്പോൾ അപ്പോൾ അത് അനേകർക്ക് വിടുതലായി ദൈവം മാറ്റുന്നല്ലോ. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ സുവിശേഷം പഠിപ്പിക്കുന്നവന് കർത്താവ് ഇത് കൊടുക്കണമെന്ന് പറയുന്നത് പോലെ ഇത് പിടിച്ചു വാങ്ങാനല്ല. വിതയ്ക്കുന്നവർക്ക് കൊയ്യുമെന്ന വചനത്താൽ ഞാൻ അനുഗ്രഹിക്കുന്നപ്പോൾ ആ സുവിശേഷം അവർ പഠിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അതൊക്കെ അനുഗ്രഹമായി തീരട്ടെ. വിതകളെ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. ഇത് അനേകർക്ക് ഷെയർ ചെയ്യണം. ഈ യൂട്യൂബിലൊക്കെ കാണുന്നവരെ ഇത് ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞു നിങ്ങളിത് ഷെയർ ചെയ്യും. കാര്യം അനേകർ ഡെലിവറൻസ് ആണ്.